അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് എൻ്റെ സ്നേഹിതനും കർത്താവിൽ പ്രസിദ്ധനുമായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അതിരിങ്കൽ ജോർജ് കുട്ടി എന്നറിയപ്പെടുന്നതായ ദൈവഭൃത്യനാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹവും ഞാനുമായിട്ട് ഏറെ വർഷങ്ങൾ പരിചയവും വിവിധ ആത്മീയ ശുശ്രൂഷകളിൽ ഒരുമിച്ച് ആയിരിക്കാനും ഒക്കെ കർത്താവ് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയും അരോമ ടി വിയുടെ ശ്രോതാക്കളോടൊപ്പം ഇന്ന് പങ്കുവയ്ക്കുന്നു. ആയത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ സാക്ഷ്യം പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വിശേഷിച്ചാൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്ക് അതിൽ സംബന്ധിക്കാം. ആയത് നാം എല്ലാവരും ശ്രദ്ധയോട് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ അതിരിങ്കൽ ജോർജ് കുട്ടിച്ചായനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് ഈ പകൽ സമയം സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഈ അരോമ ടി വിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് എൻ്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ തക്കവണ്ണം വിളയാക്കി തീർത്ത ദൈവകൃപയ്ക്കായി കർത്താവിന് സ്തോത്രം. അതുപോലെ തന്നെ ഇതിന് ഈ സാഹചര്യം ഒരുക്കി തന്ന അരോമ ടി വിയുടെ പ്രവർത്തകരായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ദാനിയേൽ ജോർജ് പാസ്റ്ററോടുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ എം ജോർജ് കുട്ടി എന്നാണ്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കോന്നി ദൈവസഭ ഹാളിൽ നിന്നാണ്. ഞാൻ താമസിക്കുന്നത് കോന്നിക്ക് അടുത്ത് തന്നെയുള്ള കിഴവള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അതുപോലെ എൻ്റെ വീട്ടിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞാൽ എനിക്ക് ഭാര്യ, എനിക്ക് 3 പെൺമക്കൾ. എൻ്റെ പെൺമക്കൾ 3 പേരും വിവാഹിതരാണ്. അവർ കുടുംബങ്ങളായിട്ട് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്ന 3 പേരുടെയും ഭർത്താക്കന്മാർ ദൈവസഭയുടെ ശുശ്രൂഷകന്മാരാണ്. മൂത്തയാൾ ചർച്ചകോടിലെ ശുശ്രൂഷകനായിട്ട് ഒരു വടശ്ശേരിക്കരിക്ക് അടുത്തുള്ള തലച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ചകോടിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ മകൾ കുടുംബമായിട്ട് തമിഴ്നാട്ടിൽ PMG ചർച്ചിൻ്റെ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ചുമതലയിലായിരിക്കുന്നു. അവിടെ 10-65 സഭ അവിടെയുണ്ട്. അതിൻ്റെ ചുമതലയിലായിരിക്കുന്നു രണ്ടാമത്തെ മകളുടെ ഭർത്താവ്. അവർ കുടുംബമായിട്ടോട് തമിഴ്നാട്ടിൽ ആയിരിക്കുന്നു. ഇളയ മകൾ കുടുംബമായിട്ട് അവർ വിദേശത്തായിരുന്നു. എന്നാൽ അവിടുന്ന് മടങ്ങി വന്നിട്ട് കർത്താവിൻ്റെ വേലയെക്കുറിച്ചുള്ള അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി കല്ലുമല ചർച്ചിൻ്റെ ശുശ്രൂഷകനായിട്ട് പത്തനാപുരത്തിനടുത്ത് മാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കല്ലുമല ചർച്ചിൻ്റെ ശുശ്രൂഷകരായി അവർ കുടുംബമായിട്ടായിരിക്കും. അങ്ങനെ 3 കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ കൃപയാൽ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതാണ് എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള എൻ്റെ സാക്ഷ്യം. എനിക്ക് എൻ്റെ സാക്ഷ്യം പറയാനുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ ഒരു വാക്യഭാഗം ഞാൻ വായിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് എൻ്റെ രക്ഷിക്കപ്പെടുന്നതിന് മുൻപും പിൻപുമുള്ള എൻ്റെ അനുഭവങ്ങളിലേക്ക് ഞാൻ കടന്നു വരാനേ കർത്താവ് താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ആ വാക്കുകൾ പറയുമ്പോൾ തന്നോട് തുല്യപ്പെടുത്തിയാൻ പറയുകയല്ല, പാപപ്രവൃത്തിയിൽ മാത്രം തന്നോട് തുല്യനാണ് എന്ന് മാത്രം ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. അല്ലാതെ അദ്ദേഹത്തോട് ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും ആളല്ല. അദ്ദേഹത്തിന്റെ പാപപ്രവൃത്തി അതിനകത്ത് അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതുന്ന 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ 13 മുതൽ 15 വരെയുള്ള വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നത്: മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്യുകയായതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അതുപോലെ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം വാസ്തവത്തിൽ ഇത് തന്നെയായിരുന്നു. എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ പഴക്കമുള്ള ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. എനിക്കൊരു 10-15 വയസ്സാകുന്നവരെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. പുള്ളി ഓർത്തഡോക്സിലെ ഒരു നല്ല ഭക്തനായ മനുഷ്യനായിരുന്നു. വളരെ ചിട്ടവഴി, അതായത് ആത്മീയമായ നിലവാരത്തിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്ന നിലവാരത്തിലുള്ള തികഞ്ഞ അച്ചടക്കം പാലിക്കുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെ
എൻ്റെ കുടുംബം. പ്രത്യേകിച്ച് ആ കാര്യത്തിൽ ഏറ്റവും അധികം നിർബന്ധം ഉണ്ടായിരുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറിന്. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ മക്കള് അപ്പന്മാരുടെ നേരെ അപ്പന്മാരുടെ നേരെ നേർക്ക് നോക്കി മുഖത്ത് നോക്കി സംസാരിക്കാൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പിതാവ് അപ്പച്ചനോട് എന്തെങ്കിലും പറയണമെങ്കിൽ മാറി നിന്നിട്ട് കാര്യം പറയുകയുള്ളൂ. വളരെ വളരെ ഭയം, നേരെ നോക്കി ഒന്നും സംസാരിക്കാറില്ല. അത്രമാത്രം ബഹുമാനവും ഭയവും എൻ്റെ പിതാവിന് ഗ്രാൻഡ് ഫാദറിനോട്ടുണ്ടായിരുന്നു. ആ നിലയിലായിരുന്നു അന്ന് ജീവിച്ചത്. അന്ന് അപ്പച്ചൻ്റെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ അടുത്തൊക്കെ പെന്തക്കോസ്ത് ഭവനങ്ങളൊന്നും അന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഭവനത്തിലെ കുടുംബ പ്രാർത്ഥനയുടെ രീതി ഞാൻ ഓർക്കുന്നുണ്ട്. നേർസന്ധ്യയ്ക്ക് മിക്കവാറും ഒക്കെ ഒരു 7:30 ആകുമ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ചെറിയ ഒരു പുൽപ്പായിട്ട് കാലിൻ്റെ 2 മുട്ടും തറയിൽ കുത്തി, കൈയുടെ മുട്ട് 2 കട്ടിലിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് മുട്ടയിരുന്ന പ്രാർത്ഥിക്കുന്നു. അത് അദ്ദേഹം നല്ലൊരു വലിയ മനുഷ്യനായിരുന്നു, ഒരു അജാനുബാഹുവായ മനുഷ്യനായിരുന്നു. പക്ഷേ താൻ ശരീരം ഒന്നും കൂട്ടാക്കാതെ, എൻ്റെ പ്രായം കണക്ക് കൂട്ടാതെ, അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ രീതി. അപ്പം ചെറുപ്പം വരെ അങ്ങനെ ഒരു കാര്യം കണ്ട്. അപ്പൊ തന്നെ ഇങ്ങേ വശത്ത് ഞങ്ങൾ ഇപ്പുറത്ത് അടുത്തൊരു മുറിക്കകത്ത് അപ്പച്ചൻ്റെ കാടത്തൊക്കെ പോലെ തന്നെ മുറിക്കകത്ത് തറയിൽ പായിട്ട് എൻ്റെ ഫാദറും എൻ്റെ മദറും അതുപോലെ തന്നെ ഞാനും എൻ്റെ പെങ്ങളും വന്ന് എൻ്റെ പെങ്ങളുമുണ്ട്. എൻ്റെ അനിയൻ കുറച്ചുകൂടെ പ്രായമായി, എനിക്ക് 7 വയസ്സിന് ശേഷമാണ് എൻ്റെ അനിയനുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ 4 പേര് പ്രാർത്ഥിക്കാനിരിക്കും. 1-2 പാട്ട് പാടും. എൻ്റെ അപ്പച്ചൻ നന്നായിട്ട് ഫിഡിൽ വായിക്കും, നല്ലൊരു ഫിഡിലിസ്റ്റായിരുന്നു, നന്നായിട്ട് ഫിഡിൽ വായിക്കും. അപ്പം ഞങ്ങൾ പാട്ട് പാടുന്ന അപ്പച്ചൻ ഫിഡിലെടുത്ത് വെച്ച് ചില സമയത്ത് ഫിഡിൽ വായിക്കും. ചിലപ്പം പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ മുട്ടയിരുന്ന് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. പാട്ട് പാടുന്ന സമയത്തൊക്കെ കയ്യിൽ കസാരയിൽ ഇരുന്നുകൊണ്ട് ഈ ഫിഡിലെടുത്ത് വെച്ച് വായിക്കും. എൻ്റെ ഫാദർ നന്നായിട്ട് ഫ്ലൂട്ട് വായന പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് ഫ്ലൂട്ട് വായനയൊക്കെ പഠിക്കാൻ വേണ്ടി അന്ന് സാൽവേഷൻ ആർമി എന്നുള്ളതിന് പഠിപ്പിക്കുന്ന ആളിനെ വരുത്തി അതുപോലെ നന്നായിട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു നിലവാരത്തിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പാട്ട് പാടുന്നത് അതൊരു പ്രത്യേക സന്തോഷമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന നടക്കുന്നത്. ഒരു 1-2 പാട്ട് പാടിയതിനു ശേഷം വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെ ഓരോ അധ്യായം വായിക്കും, സങ്കീർത്തനം വായിക്കും. അതെല്ലാ ദിവസവും ചെയ്തു വരുന്നതാണ്. ഇത് ചെയ്യുന്നത് ഞങ്ങൾ മിക്കവാറും വായിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് വായിക്കുന്നത്. ഒന്നും തെറ്റിക്കാൻ പാടില്ല. പാട്ട് പാടുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ച് പാടണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരും ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങിയാൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന കഴിയാതെ ഞങ്ങൾ അത്താഴം കഴിക്കത്തില്ല. അപ്പം കുടുംബ പ്രാർത്ഥനയും കഴിഞ്ഞ് അത്താഴം കഴിക്കാനുള്ള അമ്മ അത്താഴം വിളമ്പി വെച്ച് കഴിയുമ്പം ഞങ്ങൾ ആരെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഒരു കൊച്ചു വടിയെടുത്തുകൊണ്ട് അപ്പച്ചൻ ഇരിക്കും, ഞങ്ങളെ അടുക്ക കൊണ്ട് വിളിച്ചു നിർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പറയും. ആ പ്രാർത്ഥന ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. അങ്ങനെ പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം മാത്രമേ അത്താഴം കഴിക്കാൻ പറ്റുള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ടുവന്ന ശീലം. അപ്പൊ അതിനകത്തുനിന്ന് ഒരല്പം പോലും വിട്ടുവീഴ്ചയില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദർ അന്നത്തെ ഓർത്തഡോക്സിലെ സെൻട്രൽ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ഒക്കെ ആയിരുന്നു. വളരെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങൾക്ക് അന്നൊക്കെ അല്പം പ്രയാസം തോന്നിയിട്ടുണ്ട്. ഇത്രമാത്രം വലിയ എന്താ പറഞ്ഞാൽ ഭയങ്കരമായ ചിട്ടയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അപ്പച്ചനൊക്കെ അല്പം മുഷിവൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ മിണ്ടാൻ അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇന്നത് മനസ്സിലാകുന്നുണ്ട്, ഞങ്ങളുടെ കുഞ്ഞു ഉരുവത്തിൽ പഠിച്ചതായ ആ ആത്മീയ അച്ചടക്ക ഞങ്ങൾക്ക് ഇന്നത് വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ 74-ാമത്തെ വയസ്സിലാണ്. ഇന്നും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അതെനിക്ക് ആ ഒരു ചിട്ട തുടരാൻ എനിക്ക് ദൈവം ഇടയാക്കുന്നുണ്ട്. അങ്ങനെ ആ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. അത് പിൽക്കാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പള്ളി സംബന്ധമായിട്ടുണ്ടായ ഒരു പ്രത്യേക കാരണത്താൽ, ഒരു വഴക്കും കാര്യവും അങ്ങനെയൊക്കെയുള്ള കാര്യം ഉണ്ടായ കാരണത്താൽ മനസ്സോടെ എൻ്റെ കുടുംബം കത്തോലിക്ക വിഭാഗത്തിലേക്ക് മാറാനിടയായി തീർന്നു. എൻ്റെ പിതാവും അതുപോലെ എൻ്റെ പിതാവിൻ്റെ സഹോദരി കുടുംബം കൂടെ, ഞങ്ങളുടെ 2 കുടുംബം കത്തോലിക്ക പള്ളിയിലേക്ക് മാറി. ഞങ്ങൾ ഇത് രണ്ടും അടുത്തെടുത്ത ഓർത്തഡോക്സ് പള്ളി, കത്തോലിക്ക പള്ളി, അതിരിങ്കൽ. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം പറഞ്ഞില്ല, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം അതിരിങ്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ദേവദാസൻ എനിക്ക് തോന്നുന്നു പത്തനാപുരം സ്വദേശിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം, അതിരിങ്കൽ സ്വദേശിയാണ്. അതുകൊണ്ടാണ് അതിരിങ്കൽ ജോറിയൂട്ടി എന്ന് എനിക്ക് പേര് വന്നിരിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് കോന്നിയിലാണെങ്കിലും എനിക്ക് നാട്ടുകാരിട്ടിരിക്കുന്ന പേര് അതിരിങ്കൽ ജോറിയൂട്ടി എന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ അഡ്രസ് ചെയ്യുന്നത്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം അതിരിങ്കൽ. അപ്പം അവിടെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. അങ്ങനെ ഞങ്ങൾ പിൽക്കാലത്ത് ഞങ്ങൾ കത്തോലിക്ക മാർഗത്തിലേക്ക് മാറി. അങ്ങനെ ആ ഒരു മാർഗത്തിൽ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, വിശ്വാസബോധമായിട്ടൊന്നും ഒരല്പം പോലും യോജിപ്പുണ്ടായിരുന്നില്ല. ഇനിയും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, 9 വയസ്സുള്ളപ്പം എന്നെ മധുവായ ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറ്റി. അന്നിരുന്ന
ഞങ്ങളുടെ അന്നത്തെ ഓർത്തഡോക്സിലെ വികാരി അച്ഛൻ. അപ്പൊ എൻ്റെ ഭവനത്തില് എന്നെക്കുറിച്ചൊരു താല്പര്യം, ഹൃദയത്തിനകത്ത് താല്പര്യം, ആര് സമർപ്പിച്ചതോ അല്ലെങ്കിൽ നേർച്ച പറഞ്ഞതൊന്നുമല്ല, ഉള്ളിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ ആത്മീയ കാര്യങ്ങളിലൊക്കെ ചെറുപ്പത്തിൽ നല്ല ശുഷ്കാന്തിയുള്ളവന് നന്നായിട്ട് പാടാനുള്ള ഒരു കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പള്ളിയിലെ ഗാനങ്ങൾ പാടുന്നതും ക്രിസ്മസിന്റെ പാട്ട് അതിനൊക്കെ മുൻപിൽ നിന്ന് ഞാൻ തന്നെ നയിക്കുമായിരുന്നു. അതിനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ വികാരി അച്ഛന് ഹൃദയത്തിൽ താല്പര്യം തോന്നിയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, SLC പാസ്സായി കഴിയുമ്പം ഓർത്തഡോക്സിലെ സെമിനാരി ചേർത്ത് അച്ചപ്പട്ടത്തിന് പഠിപ്പിക്കാം. അതിന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി 9ാമത്തെ വയസ്സിൽ മധുവാലി ശുശ്രൂഷയ്ക്ക് കയറ്റി ഞങ്ങൾ ആ ശുശ്രൂഷയിൽ അങ്ങനെ വളർന്നു വന്നു. സാമാന്യമായിട്ട് ഓർത്തഡോക്സിലെ ആരാധനാ രീതികളൊക്കെ തന്നെ നന്നായി അഭ്യസിച്ചു. ഇപ്പോഴും ഒന്ന് ഓർത്തു വന്നാൽ എനിക്ക് നല്ലപോലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അങ്ങനെ വളർന്നു വന്നു. അപ്പം ഞാൻ 10ാം ക്ലാസ് പാസ്സായി വരുന്നതിന് മുമ്പായി തന്നെ ഈ അച്ഛൻ അന്നത്തെ ഞങ്ങളുടെ വികാരി അച്ഛനായിരുന്ന ഓർത്തഡോക്സിലെ അച്ഛൻ കത്തോലിക്ക വിഭാഗത്തിലേക്ക് ഇദ്ദേഹം മാറി. അന്ന് ഞങ്ങൾ മാറിയിട്ടില്ല, മാറി. അദ്ദേഹം കത്തോലിക്ക വിഭാഗത്തിലേക്ക് മാറിയിട്ട് ഞാൻ 10ാം ക്ലാസ് പാസ്സായെന്നുള്ളത് 10ാം ക്ലാസ് പാസ്സായത് 67 മാർച്ചിലാണ്. അത്രയും വർഷങ്ങൾക്ക് മുൻപാണ്. അത് പാസ്സായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നമുക്ക് സെമിനാരി ചേർക്കാം. അപ്പൊ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കത്തോലിക്കയില. ഞാൻ പറഞ്ഞു കത്തോലിക്കയില വരുന്നില്ല. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് താല്പര്യമില്ലാഞ്ഞ കാരണം എന്ന് പറയുന്നത് വിവാഹം കഴിക്കാത്ത അച്ഛന്മാരാണ് കത്തോലിക്കയുള്ളത്. എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അതിനില്ല. അങ്ങനെ ഞാൻ അതിൽ ഒഴിഞ്ഞു മാറി നിന്നു. പിന്നീട് അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ എനിക്ക് 2 സഹോദരന്മാരും 2 സഹോദരിമാരും ഒരു സഹോദരനുമുണ്ട്. അതാണ് ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെ ഭവനത്തിലെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സഹോദരനും 2 സഹോദരിമാരും ഉണ്ട്. അവരൊക്കെ ദൈവം അറിയാവുന്ന ജീവനോടുണ്ട്. എന്നാൽ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ മൊത്തമായി 7 മക്കളുണ്ടായിരുന്നു. ഞാനും എൻ്റെ മൂത്ത സഹോദരി ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ ചേട്ടന്മാരായിട്ടുള്ള 3 പേര് ജനിച്ചു. 3 പേരും വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഭവനത്തിൽ ആൺകുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വാഴത്തില്ലെന്ന് ഞങ്ങളുടെ വീട്ടിലൊരു വിശ്വാസമായി. അത് കാരണത്താലെ വളരെ പ്രാർത്ഥിച്ച് ഒരു പെൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ ഇന്നും നേർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പെങ്ങൾ 75 വയസ്സ് കഴിഞ്ഞാൽ ഇന്നും പെങ്ങളുടെ പേരിലുള്ള എന്ന് പറഞ്ഞ് നേർച്ച ഇന്നും അവരവിടെ നടത്തുന്നു. അങ്ങനെ ഉണ്ടായി. ഞാനങ്ങനെ 5ാമനായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ 5ാമനായിട്ടാണ് ജനിച്ചത്. ഞാൻ 5ാമനായിട്ട് ഒരു ആണായി ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്കും വാസ്തവത്തിൽ ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞാൽ ഞാൻ ജീവനോട് കിട്ടത്തില്ല എന്നുള്ള സങ്കടം എൻ്റെ മാതാവിനും പിതാവിനും വളരെ ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ അവർ ഓർത്തഡോക്സിലാണ് എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു വൈദ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഈ ജാതകമൊക്കെ എഴുതിയ ഒരാളാണ്. തൊട്ടടുത്ത എൻ്റെ ഫാദറിന്റെ കൂട്ടുകാരൻ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും 3 കുഞ്ഞുങ്ങൾ മരിച്ചല്ലോ, അഞ്ചാമത് ജനിച്ചല്ലോ ആൺകുഞ്ഞ്, നമുക്ക് ജാതകം എഴുതാം. അപ്പൊ ഇദ്ദേഹം ജാതകം എഴുതി. ഇദ്ദേഹത്തിന് നിർബന്ധത്തിൽ തന്നെ ജാതകം എഴുതി. ആ ജാതകത്തിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനെല്ലാം ഒന്നും പറയുന്നില്ല. ഏതായാലും പറഞ്ഞ ഒരു കാര്യം, അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഞാൻ മധ്യപ്രായത്തിൽ തന്നെ ഒന്നുകിൽ ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 1ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 3.5 വയസ്സുള്ളപ്പോൾ ഞാൻ മരിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് ഏറെക്കുറെ സംഭവിച്ചു. ആ കാലഘട്ടത്തിൽ 3.5 വയസ്സുള്ള സമയത്ത് ഞാൻ എൻ്റെ അപ്പൻ്റെ മടിയിലിരിക്കുന്ന, എനിക്ക് ചെറിയ ഓർമ്മ ഇന്നുകൊണ്ട്, അപ്പൻ്റെ മടിയിലിരുന്നിട്ട് ഞാൻ രാത്രി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുക. അന്നൊന്നും വാച്ചും ക്ലോക്കും ഒന്നുള്ള കാലമല്ല, അധികമൊന്നും ഇല്ലല്ലോ. എങ്കിലും ഒരു 7-8-9 മണിയൊക്കെ നേരമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വയറ് തോന്നുന്നു പറഞ്ഞ് ഭയങ്കര വയറ്റും അനുഭവപ്പെട്ടു. പിന്നീട് എനിക്ക് ബോധമില്ലാതെ, പിന്നീട് എനിക്ക് അറിയത്തില്ല, ഞാൻ പിന്നെ ഒരു അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മടിയിൽ കണ്ണു തുറക്കുമ്പോൾ വീട് നിറച്ച ആളുണ്ട്. എന്താ സംഭവിച്ചൊന്നും എനിക്കറിയത്തില്ല. അപ്പോഴാണ് പറയുന്നത്, പിന്നെ എനിക്ക് ഓർമ്മയൊക്കെ ആയി കഴിഞ്ഞ് പിന്നീടാണ് പറയുന്നത്, ആ രാത്രി ഈ 9:30 ഞാൻ എൻ്റെ അപ്പൻ്റെ മടിയിൽ നിന്ന് എനിക്ക് വയർന്നു എന്ന് പറഞ്ഞ അല്പനേരം കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ശ്വാസം എല്ലാം നിലച്ചു. ഞാൻ മരിച്ചു. അപ്പം മരിച്ചു എന്നുള്ളത് ബോധ്യമായി കഴിഞ്ഞിട്ട് ഏതാണ്ടൊരു അർദ്ധരാത്രിയായ സമയത്ത്, അന്നത്തെ കാലഘട്ടത്തിൽ ഈ ബോഡി വെക്കാനുള്ള നിർവാഹം എന്നുള്ള കാലമല്ല, അച്ഛൻ ഞങ്ങളുടെ 4 പള്ളിക്ക് വേണ്ടി ഒരു അച്ഛൻ, വയലിറക്കത്തച്ഛൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ട്. ഈ അച്ഛൻ 4 പള്ളിക്ക് മാസത്തിലൊരിക്കലോട് ഞങ്ങളുടെ പള്ളിയിൽ അദ്ദേഹം വരുന്നു. അപ്പം ഇദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി രാത്രി 12 മണിക്ക് മുമ്പായിട്ട് തന്നെ ആൾക്കാർ പോയി, ഇതുപോലെ അടുത്ത ദിവസം ഒരു അടക്കമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് 12 മണി കഴിഞ്ഞൊരു അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ പുറകെ ആൾ പോയി അവരെ തിരിച്ചു വിളിച്ചോണ്ടു. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായി. ഏതായിരുന്നാലും ആ മരണഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് 74 വയസ്സ് പിന്നിടാൻ പോവുക. അല്പനാളുടെ കഴിയുമ്പോൾ 74 വയസ്സ് പിന്നിടും. ദൈവം ഇത്രയും നാളും കാത്തു സൂക്ഷിച്ചു. ഞാൻ ചെറുപ്പത്തിൽ
മധുവാ ശുശ്രൂഷക്കാരനായിട്ടും ആത്മീയ കാര്യങ്ങൾ താല്പര്യമുള്ളവനായിട്ടൊക്കെ വളർന്നു വന്നെങ്കിലും പിൽക്കാലത്ത് ഞാൻ പ്രായമായി 10ാം ക്ലാസ്സൊക്കെ പാസ്സായി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പഠിച്ച് മുന്നോട്ട് പോയി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അന്ന് താല്പര്യപ്പെട്ടെങ്കിലും അത് മുമ്പോട്ട് നടന്നില്ല. അതിനിപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അന്നത്തെ പണത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ കാരണത്താൽ അത് നടന്നില്ല. അപ്പൊ വിദ്യാഭ്യാസം ഏതൊക്കെ 10ാം ക്ലാസ് കൊണ്ട് വിദ്യാഭ്യാസം നിലച്ചു. പിന്നെ അന്നത്തെ കാലത്തൊക്കെ ചെയ്യുന്നത് പോലെ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. അന്ന് കോളേജിൽ ചേരാൻ പത്തനംതിട്ട കോളേജിൽ ചേരാൻ വേണ്ടി ചെന്നപ്പം ഒരു 500 രൂപ ഡൊണേറ്റ് ചെയ്തെങ്കിൽ എനിക്ക് അവിടെ ചേരാൻ പറ്റൂ. കാരണം അന്നേരം അവിടെ കോളേജിന്റെ പണി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് അത് നടന്നില്ല. അന്ന് അത് കൊടുക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് നടന്നില്ല. പിന്നെ ഒന്ന് ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ചു. പക്ഷെ അതും പ്രയോജനപ്പെട്ടില്ല. പിന്നീട് വന്നപ്പോൾ എൻ്റെ പിതാവിന്റെ ജോലി കെട്ടിടത്തിന്റെ പണികൾ, നാട്ടിലുള്ള കെട്ടിടത്തിന്റെ പണികൾ എടുത്ത് ചെയ്യുന്നയാളായിരുന്നു. അപ്പം ഞാനും എൻ്റെ ചെറുപ്പത്തിലേ തന്നെ ഇങ്ങനെ എൻ്റെ ഫാദറിന്റെ കൂടെ ഇരുന്ന് കെട്ടിടത്തിന്റെ പ്ലാനൊക്കെ വരയ്ക്കും. എൻ്റെ പിതാവ് കെട്ടിടത്തിന്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ ഞാനും വരയ്ക്കും. അപ്പം ഞാൻ കൊച്ചു പരുവത്തിൽ തന്നെ ഇതൊക്കെ അഭ്യസിച്ചിരുന്നത്. എനിക്ക് അതിനോടൊരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 10ാം ക്ലാസ്സൊക്കെ പാസ്സായി ടൈപ്പ് റൈറ്റിങ്ങിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ പിതാവിനൊരു അപകടം ഉണ്ടായി. നടക്കാൻ വയ്യാതെ വന്ന തൻ്റെ കാലിലൊരു വലിയ അബദ്ധം സംഭവിച്ചു. അങ്ങനെ ആ അബദ്ധം സംഭവിച്ച എൻ്റെ പിതാവ് ജോലി ചെയ്യാൻ കഴിയാതെയായി. അപ്പൊ കുറെ സൈറ്റിൽ പണി നടക്കും. അപ്പൊ ആര് നോക്കാനാ? അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 17 വയസ്സ് പ്രായമേ ഉള്ളൂ. ഞാൻ വളരെ പെട്ടെന്ന് എൻ്റെ പഠിത്തം നിർത്തിയിട്ട് പെട്ടെന്ന് സൈറ്റിൽ ഇറങ്ങി ജോലി നോക്കാനായിട്ട് ഞാൻ സൂപ്പർവൈസ് ചെയ്യാൻ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ആ ജോലിയോട് ബന്ധപ്പെട്ട് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ആ ജോലി പഠിച്ചു. അങ്ങനെ പഠിച്ചിട്ട് ഞാൻ തന്നെ ജോലി എടുക്കാനും ചെയ്യാനും ഒക്കെ നിലവാരത്തിലേക്ക് അങ്ങനെ മാറി. ഒരു 10-22 വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ പിതാവ് എൻ്റെ ചെറുപ്പത്തിലൊന്നും മദ്യത്തിന്റെ രുചി നോക്കിയിട്ടുള്ള ആളല്ല. പക്ഷേ കുറെ കാലം കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ കൂടി എൻ്റെ ഫാദർ നല്ലൊരു മദ്യപാനിയായി മാറി. അതിന്റെ ചുവട് പിടിച്ച് ഞാനും ഒരു 10-22 വയസ്സായപ്പോഴത്തേക്ക് മദ്യപാനം ആരംഭിച്ചു. ഒരു 29 വയസ്സായപ്പോഴത്തേക്ക് രാവിലെ ഒരല്പം മദ്യം കുടിച്ചില്ലെങ്കിൽ എൻ്റെ കൈ നല്ലപോലെ വിറയ്ക്കും. എനിക്ക് എൻ്റെ കൈ കൊണ്ട് പിടിച്ചൊരു പേന പിടിച്ചൊരു ഒപ്പിടാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റത്തില്ല. എൻ്റെ കൈ വിറയ്ക്കും, നല്ലപോലെ പിടിക്കും, നല്ലപോലെ വിറയ്ക്കും. അപ്പൊ അങ്ങനെ ഒരു നിലയിലേക്ക് എത്തി. അത്രത്തോളം ഞാൻ മദ്യത്തിന് ആ സമയമായപ്പോഴത്തേക്കും അഡിക്റ്റഡായി ഒരു സാഹചര്യത്തിലെത്തിയത്. എൻ്റെ മാതാവിന്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ മാതാവ് മാർത്തോമ കുടുംബത്തിൽ ഉള്ള ഒരാളായിരുന്നുകൊണ്ട് മാർത്തോമ കുടുംബത്തിൽ അമ്മയുടെ ചെറുപ്പത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ടും ദൈവശക്തി പ്രാപിച്ചും നന്നായി പ്രാർത്ഥനാശീലമുള്ള ഒരാളായിരുന്നു എൻ്റെ മാതാവ്. അപ്പം എൻ്റെ അപ്പന് കുടിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ വീട്ടിൽ ഒരിക്കലും മുടക്കത്തില്ല. എൻ്റെ ഫാദർ എത്ര കുടിച്ചു വന്നാലും കുടുംബ പ്രാർത്ഥന രാവിലത്തെയും വൈകിട്ടത്തെയും പ്രഭാതത്തിലെയും അതുപോലെ തന്നെ രാത്രിത്തെ കുടുംബ പ്രാർത്ഥനയും ഒറ്റ ദിവസവും മുടക്കത്തില്ല. അത് ഞങ്ങളുടെ വീട്ടിൽ അന്നും ഇന്നും ചെയ്യാറില്ല. അങ്ങനെ ഒരു ശീലം ഞങ്ങൾക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങളുടെ വളർന്നതും ഞാൻ ഉദ്ദേശിച്ചതുപോലെ എൻ്റെ ഭാവി കാര്യങ്ങൾക്ക് മുന്നോട്ടൊരു നീക്കം വരാതെ വരികയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ആ മദ്യപാനത്തിന്റെ രീതിയിലേക്ക് മാറി. അങ്ങനെ ഉള്ള ഒരവസ്ഥയിലായി മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് വളരെ ദുഃഖിതയായിരുന്നു. അമ്മ പലപ്പോഴും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അമ്മയുടെ വാക്കുകളിലും അത് പ്രകടമായിട്ടുണ്ട്. 3 ആൺമക്കൾ പോയ കൂട്ടത്തിൽ ഞാനും ആ ഒരു നിലയിലായി തീർന്നെങ്കിൽ എന്തുവരെ ചിന്തിക്കത്തക്ക നിലയിലായിരുന്നു എൻ്റെ മദ്യപാനം. ഞാനൊരു വഴക്കാളിയല്ല, വീട്ടിനകത്ത് വഴക്കാളിയല്ല. പക്ഷെ വീടിന് പുറത്തിറങ്ങി എവിടെ ഒരു ശബ്ദം കേട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അപ്പനും അമ്മയ്ക്കും പ്രയാസമാകുമായിരുന്നു. അതുപോലായിരുന്നു അന്നത്തെ സാഹചര്യം. അങ്ങനെ ഒത്തിരി എന്നെ കൊണ്ട് ഒത്തിരി മനസ്സൊത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി എൻ്റെ അമ്മ എന്നെ ഓർത്ത് തന്നെത്താനടിക്കുകയൊക്കെ ചെയ്തു. ഇതായിരുന്നു എൻ്റെ ചെറുപ്പത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എൻ്റെ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പത്തെ അവസ്ഥ. എനിക്ക് ഈ മാർഗത്തോട്, അതായത് വിശ്വാസം പെന്തക്കോസ്ത് മാർഗത്തോട് ഞങ്ങളുടെ കുടുംബത്തിൽ ചില പ്രിയപ്പെട്ടവരൊക്കെ, അതായത് അതിരിങ്കൽ ജോർജ് സാർ എന്ന് പറയുന്ന ആ കർത്താവിദാസനൊക്കെ ഞങ്ങളുടെ കുടുംബ ബന്ധുക്കളാണ്. അതുകൊണ്ട് ആ കുടുംബത്തിൽപ്പെട്ട എൻ്റെ അതിരിങ്കൽ ജോർജ് സാറിൻ്റെ ഒരു കസിനാണ് എൻ്റെ ഇളയ മാവൻ. അപ്പം ആ കുടുംബമായിട്ടൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അടുപ്പ ബന്ധമുണ്ട്. പക്ഷെ പെന്തക്കോസ്ത് മാർഗത്തോട് ഞങ്ങൾക്ക് യാതൊരു അടുപ്പവുമില്ല. അവിടുത്തെ ആരാധന അന്യഭാഷ എന്നൊക്കെ പറയുന്നത് എൻ്റെ പിതാവും ഒക്കെ പഠിപ്പിച്ചിരുന്നത്, എൻ്റെ പിതാവും എൻ്റെ അപ്പച്ചനും ഒക്കെ പഠിപ്പിച്ചിരുന്നതനുസരിച്ചാണെങ്കിൽ പിശാചി കയറി തുള്ളുന്നതാന്ന് പറയുന്നത് അന്യഭാഷയൊക്കെ പറയുമ്പം അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയൊക്കെയാണ് പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതിനോട് യാതൊരു പ്രതിപത്യമില്ല. പക്ഷെ ഞാൻ കണ്ടുവന്ന ഒരു കാര്യം, എൻ്റെ മനസ്സിനകത്ത് എൻ്റെ ചെറുപ്പത്തിലെ എന്നെ സ്വാധീനിച്ച ഒരു കാര്യം, അതിരിക്കൽ ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിനടുത്ത്, അവിടുന്ന് ഞാൻ താമസിക്കുന്നതൊരു ഏറെക്കുറെ ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ ദൂരം വരും അന്നത്തെ അവിടുത്തെ അതിരിക്കൽ സഭാ ഹോൾ, അതായത് ചർച്ച് ബോർഡിന്റെ ഹോൾ. അവിടെ ആരാധന നടക്കുന്നത് ഞങ്ങളുടെ പള്ളിയിലെ എല്ലാം കഴിഞ്ഞിട്ട് 10:30 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വരും. 10:30 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വരുമ്പം ഇവിടെ 10 മണിയാകുമ്പം അവിടുത്തെ സഭാ ഹോളിൽ ആരാധന ആരംഭിക്കും. അത് കഴിഞ്ഞാൽ ഏതാണ്ട് 4 മണിയാകുമ്പോൾ, ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ 4 മണിയാകുമ്പം അവിടെ അന്യഭാഷ പറയുന്ന ശബ്ദം, ഞങ്ങളുടെ വീടിനടുത്തൊരു പാറയുണ്ട്, അതിന്റെ പുറത്ത് പോയി നിങ്ങൾ ശ്രദ്ധിക്കും. എനിക്ക് 8 വയസ്സ് പ്രായമേ ഉള്ളത്.
8 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞാൻ ശ്രദ്ധിക്കും, എനിക്കതെന്തോ എൻ്റെ ഹൃദയത്തിനകത്ത് എന്താണെന്നൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിനകത്ത് എന്താണ് ഇവർ ഇത്രമാത്രം. ഞങ്ങൾ 10 മണി എത്രയായപ്പോഴത്തേക്ക് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു, ഇവരിത്രയും 4 മണിയാകുമ്പോഴും ഇവരിത്രയും ഒച്ച വെച്ച് എന്താ ശബ്ദം. അതെൻ്റെ മനസ്സിനകത്ത് എന്തോ ഒരു ഇത് എന്താണെന്നൊരു ചോദ്യം അകത്തുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ മാർഗം തുടരാൻ പോലും ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ മുമ്പോട്ട് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ ചെറുപ്രായം അങ്ങനെ മുമ്പോട്ട് കഴിഞ്ഞു. ഇതിനോടകത്ത് ഒരു 26 വയസ്സായപ്പോഴത്തേക്ക് അയിരൂര് തായിലം എന്ന് പറയുന്ന പഴയ കുടുംബത്തിലെ മാർത്തോമ കുടുംബത്തിലെ ജോയും എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എൻ്റെ ജീവിത പങ്കാളിയായി മാറി. അങ്ങനെ ഞങ്ങൾ കുടുംബസ്ഥരായി. അങ്ങനെ ഞങ്ങൾ കുടുംബജീവിതം നയിക്കുമ്പോഴും എൻ്റെ വൈഫിന് അറിയത്തില്ലായിരുന്നു ഞാനൊരു മദ്യപാനിയാണെന്ന് അറിയത്തില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് താൻ മനസ്സിലാക്കുന്നത്. എനിക്കത് ഹൃദയത്തിനകത്ത് വളരെ ദുഃഖമുണ്ടായിരുന്നു. അവള് ഭർത്തവ കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ്. അവിടെയും പിതാവ് ഒരു കടുത്ത മദ്യപാനി ആയതുകൊണ്ട് വലിയ കച്ചവടക്കാരായിരുന്നു. തകർന്ന തരിപ്പണമായൊരു കുടുംബത്തിലെ 3ാമത്തെ മകളായിരുന്നു ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ. അതുകൊണ്ട് ആ വിഷമം അവൾക്ക് മനസ്സിനകത്തുള്ളത് കൊണ്ട് എൻ്റെ അവസ്ഥ ഇത് കണ്ടപ്പോൾ അവിടെ ഉള്ളിൽ വേദനയുണ്ട്. പക്ഷെ ഞാൻ വീട്ടിൻ്റെ വഴക്കാളി അല്ലാത്തതുകൊണ്ട് ഒരു വിധത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിലും മദ്യപിക്കുന്ന സമയത്തൊക്കെ അവിടെ മുഖത്തായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എനിക്കും ഇത് മദ്യപാനം നിർത്തണം തന്നെ മനസ്സിനകത്ത് താല്പര്യമുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും എൻ്റെ മനസ്സിനകത്ത് ചിന്തിക്കും, വൈകിട്ട് നേരസന്ധ്യ ആകുമ്പോൾ ചിന്തിക്കും യാതൊരു കാരണവശാലും നാളെ മദ്യപിക്കും. പക്ഷെ എനിക്കത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എനിക്ക് വളരെ പ്രയാസമായിരുന്നു. അപ്പം ഞാൻ തന്നെ തിരിച്ചു ചിന്തിച്ച് എൻ്റെ ജീവിതം തകർന്ന ഒരു നിലവാരത്തിലായി. എനിക്കത് മനസ്സിലായി, എൻ്റെ ജീവിതം തകർന്നൊരു നിലവാരത്തിലായി. ഓരോ ദിവസം കഴിയുന്തോറും ഈ മദ്യപാനമൊക്കെ കൂടി മുമ്പോട്ട് പോകുമ്പം അതിൻ്റെ പരാജയങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ കയ്യിലൊന്നും നിൽക്കത്തില്ല. എങ്ങനെ ചോർന്നു പോകുന്നു അറിയത്തില്ല. ഒരു കാര്യത്തിനും ഒന്നും നടക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വിവാഹം കഴിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ആഗ്രഹമാണ് ഗൾഫിലൊന്ന് പോകണം. ഇപ്പൊ ഗൾഫിൽ പോകാനായി താല്പര്യപ്പെട്ടിട്ട് അന്ന് ആ കാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു എനിക്കൊരു 28 വയസ്സ് പ്രായമുള്ള സമയത്ത് ഗൾഫിൽ പോകാനായിട്ടുള്ള ഒരു ക്രമീകരണമെല്ലാം ഒരുക്കി എനിക്ക് വിസ എടുത്തു തന്നു. ഞങ്ങളുടെ ഒരു ബന്ധു, എൻ്റെ വൈഫിൻ്റെ ഒരു ബന്ധു, ഒരു പാപ്പൻ വിസ എടുത്തു തന്നു. വിദേശത്ത് സാമാന്യം ഭേദപ്പെട്ട ഒരു ജോലി, ഒരു കമ്പനിയിലെ ഒരു ഫോർമാനായിട്ട് ജോലി ചെയ്യത്തക്ക ഒരു ജോലി എനിക്ക് ക്രമീകരിച്ച് തന്നു. നല്ലൊരു വിസയും കിട്ടി. പക്ഷേ എനിക്കന്ന് ഞങ്ങളുടെ ഈ പൈസ ഇല്ല. തൊട്ടടുത്തുള്ള എൻ്റെ ഒരു സ്നേഹിതനോട് കുറച്ച് പൈസ ആവശ്യപ്പെട്ടു. അവനെ തരാമെന്ന് പറഞ്ഞു. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊരു ചതിവായിരുന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കുറെ കഴിഞ്ഞ് എനിക്ക് പോകേണ്ട സമയമായി. ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ. പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിച്ച് ചോദിക്കുമ്പോഴെല്ലാം തരാമെന്ന് പറയും. നീ ഭയപ്പെടണ്ടെന്ന് പറയും. ആ പോകേണ്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം മുമ്പേ ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഇപ്പം ഞങ്ങൾ വിചാരിച്ച അല്പം ഭൂമിയുള്ളത് ഒറ്റി കൊടുത്തിട്ട് ഞങ്ങൾ പൈസ എടുത്തിട്ട് എനിക്ക് പാവുന്ന കണക്ക് കൂട്ടി. അന്നേരമാണ് പറയുന്നത്, ഒറ്റിക്ക് വിലയില്ല, അതുകൊണ്ട് തീരെഴുതി തരണം. ആ വസ്തു തീരെഴുതി തരണം, പൈസ തരുമ്പോൾ തിരിച്ചെഴുതി തരാം. അപ്പം അതിനകത്തെ ചതിവ് മനസ്സിലായി. ഇത് വാസ്തവത്തിൽ ചതിവാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവനോട് നന്നായി പ്രതികരിച്ചിട്ട് അതിനകത്തൊന്ന് ആ വിഷയത്തിൽ നിന്ന് പുറകോട്ട് മാറി. അതങ്ങനെ നടക്കാതെ വന്നു. ആ ഗൾഫ് യാത്ര നടക്കാതെ വന്നു. അവസാനം എനിക്ക് കിട്ടിയ വിസ ഞാൻ തിരിച്ച് പാക്ക് ചെയ്ത് എനിക്ക് വിസ അയച്ചെന്ന ആളിനെ തന്നെ മടക്കി അയച്ചു. അങ്ങനെ ആ ഒരു ഉദ്യമം അങ്ങ് നിർത്തി. അത് വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ചില നാളുകൾ കഴിഞ്ഞപ്പം എൻ്റെ ഒരു കസിന് താനും ഇതുപോലെ ഓർത്തഡോക്സുകാരനാണ്. അവനൊരു പ്രശ്നം ഉണ്ടായി. ജോലി ചെയ്യുന്ന സമയത്ത് രാജസ്ഥാനിൽ വെച്ച് അവന് പ്രശ്നം ഉണ്ടായി. വലിയ പ്രയാസത്തിലായി കഴിഞ്ഞിട്ട് അവന് ജോലി ചെയ്യാൻ കഴിയാതായി നാട്ടിൽ വന്നു. പല കാര്യങ്ങൾക്ക് വേണ്ടി പോയി. ഉള്ള കാര്യം പറഞ്ഞാൽ മന്ത്രവാദത്തിന് പോയി. വെളിച്ചപ്പാടത്തിനടുത്ത് പോയത് ഞാനിവിടെ കൂടിയാണ് പോയത്. പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് വെളിച്ചപ്പാടിനടുത്ത് പോയി ഇവൻ്റെ ആ പ്രശ്നത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ വേണ്ടി. അതൊന്നും ഫലപ്പെട്ടില്ല. അവസാനം കൂടണി കുഞ്ഞു എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു കൂട്ടായ്മയ്ക്ക് ചെന്ന് ഇപ്പം ഇവൻ്റെ കൂട്ടുപോയതാ. അന്ന് അവിടെ ചെന്നപ്പം കണ്ടു കാണാൻ വയ്യാത്ത ഒരു ദേവദാസൻ, കലഞ്ഞൂരുള്ള കുഞ്ഞുഞ്ഞെന്ന് പറയുന്ന എനിക്കൊന്ന് കുറ്റിമണ്ണിലെന്നാണ് തോന്നുന്നു. കുറ്റിമണ്ണി കുഞ്ഞെന്ന് പറയുന്ന ദേവദാസൻ പ്രസിദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. ആ കാലഘട്ടത്തിൽ ഭാര്യാവരും യുവരാജാനെ പോലെ പ്രസിദ്ധനായിരുന്നു. അന്ന് ആദ്യമായിട്ട് പ്രവചനം കേൾക്കുന്നത് അദ്ദേഹത്തോട് എൻ്റെ കസിനോടും പ്രവചനം പറഞ്ഞു, എന്നോടും പ്രവചനം പറഞ്ഞു. അത് രണ്ടും എൻ്റെ മനസ്സിനകത്ത് അന്നത്തെ പോലെ ഇന്നുണ്ട്. പക്ഷെ ആ പ്രവചനം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് എൻ്റെ സഹോദരൻ്റെ കസിൻ്റെ വീടിൻ്റെ തൊട്ട് നേരെ കിഴക്ക് വശത്ത് താമസിക്കുന്ന വീടിൻ്റെ വീട്ടുപേര് സഹിതം പറഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞ പ്രവചനം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെയൊരു കാര്യം പറയുന്ന അത് ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനെ. അതുകൊണ്ട് എന്നോടൊരു ദൂത് പറഞ്ഞു. എന്നോട് പറഞ്ഞ ദൂത് കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അതൊക്കെ എൻ്റെ മനസ്സിനകത്ത് വന്നെങ്കിലും എനിക്ക് ഈ മാർഗത്തോടൊന്നും വലിയ താല്പര്യം തോന്നി. ഞാൻ അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ സഹോദരനെ വിദേശത്ത് പോയി.
അല്ല വിദേശത്തല്ല, താൻ ബോംബെ പോയി. ബോംബെ ചെന്നിട്ട് ബോംബെ താരാപുരം എന്നൊരു സ്ഥലത്ത് ചെന്നിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ടവൻ അവിടെ ബോംബെ ജോലിയിലുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് താൻ ഒരു ദൈവ പൈതലായി അവസാനം കർത്താവിന്റെ ദാസനായി ബോംബെ താരാപൂർ അസംബ്ലീസ് റോഡ് ചർച്ച് പുള്ളി അവിടെ സ്ഥാപിച്ച് അതിന്റെ ശുശ്രൂഷകനായി. ഇവൻ അങ്ങോട്ടാണ് ചെല്ലുന്നത്. ഇവന്റെ പ്രസന്നത്തിന്റെ കാരണത്താൽ പലയിടത്ത് പോയിട്ട് അവസാനം വന്ന രഹസ്യമായിട്ട് അവിടെ ചെന്നപ്പോൾ ഈ അച്ചാര് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ദേവദാസന് ഇദ്ദേഹം പെട്ടെന്ന് എന്നെ വേണ്ടി പ്രാർത്ഥിച്ച് അവനോട് ദൂത് പറഞ്ഞു, നിനക്ക് ഇന്നതാ സംഭവിച്ചിരിക്കുന്ന ദൂത് പറഞ്ഞിട്ടു. അവർ 2-3 ദിവസം ഇരുന്നു, അവരൊന്നിച്ചിരുന്ന് ഉപസിച്ചു. അവന്റെ കെട്ടം കഴിഞ്ഞു. അവനവിടെ ബോംബെ സിയാറാം സിൽക്ക് മില്ലിൽ നല്ലൊരു ജോലിയും കിട്ടി. ജോലിയെല്ലാം കിട്ടി. അവനെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് കല്യാണം കഴിക്കാൻ വരുമ്പം അവൻ ഇവിടെ വന്നിട്ട് ഈ പെന്തക്കോസിലായ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പെന്തക്കോസിൽ നിന്ന് കല്യാണം കഴിക്കാൻ വന്നപ്പോൾ ഞാനും അവന്റെ അപ്പനും അമ്മയും കൂടെ കൂടിക്കൊണ്ട് ഒരു കാരണവശാലും അവനെ കൊണ്ട് അവന് സമ്മതിപ്പിക്കാതെ അവസാനം വന്ന് കത്തോലിക്കൻ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ട് കല്യാണം നടത്തി. കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് എന്നാൽ തൊട്ടടുത്ത ദിവസം കല്യാണം കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസം തോന്നി അതിനെങ്കിലും ചർച്ചോടെ ഹോളിലോട്ട് പോകാനായിട്ട് അവരെ തയ്യാറാകുമ്പോൾ ഞാൻ കയറിച്ചെന്ന് ചോദിച്ചു, എവിടെ പോടാന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. എന്നടുത്ത് വന്നു പറഞ്ഞു, പള്ളി വരാൻ പറഞ്ഞു. അവരെ പിടിച്ചു. ഇത് ബലമായിട്ട് അവനെയും വിളിച്ച് അവന്റെ ഭാര്യയെ വിളിച്ചിട്ട് അന്ന് പള്ളിയിൽ കൊണ്ടു. ഇതായിരുന്നു എൻ്റെ അന്നത്തെ സ്വഭാവം. കാരണം എനിക്ക് ഇതിനുള്ള കാഴ്ചപ്പാടതായിരുന്നു. എന്നിട്ട് ഇവൻ വീട്ടിൽ പറഞ്ഞു ഇതുപോലെ ഗൾഫിൽ പോകാൻ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതനുസരിച്ച് എനിക്കൂടെ ഒരു ടിക്കറ്റ് തരപ്പെടുത്തി ഞാനും കൂടെ അവൻ്റെ കൂടെ പോവുക. അങ്ങനെ ബോംബെ ചെന്നു. 1982 ജൂലൈ മാസം 1-ാം തീയതി ഞങ്ങൾ ഇവിടെ ബോംബെ ചെന്നപ്പോൾ ചെറിയാച്ചാൻ്റെ വീട് ഈ പാസ്റ്ററുടെ വീട്ടിലാണ് ഞങ്ങളന്ന് തങ്ങേണ്ടത്. എനിക്ക് വാസ്തവം പറഞ്ഞാൽ എനിക്ക് ആ വീട്ടിൽ തങ്ങാൻ താല്പര്യമില്ല, കാരണം ബന്ധുക്കോസുകാരുടെ വീട്. ഏതായിരുന്നാലും അവിടെ തങ്ങേണ്ടി വന്നു. അവിടെ 1-2 ദിവസം 2-3 ദിവസം തങ്ങേണ്ടി വന്നു. ഞങ്ങൾ രണ്ടും കൂടെ അദ്ദേഹത്തിന് എന്നെ അറിയാം, എൻ്റെ പ്രകൃതം അറിയാം, എൻ്റെ വീട് അറിയാം, എൻ്റെ സാഹചര്യങ്ങളെല്ലാം അറിയാം. അതുപോലെ തൊട്ടടുത്ത് അതുപോലെ സഹകരിക്കുന്ന വീടായിരുന്നു ഞങ്ങളുടെ വീട്. ഒരു രാത്രി ഞാൻ ചെന്ന ദിവസം രാത്രി ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിൻ്റെ ഒരു ക്ലാസ് അദ്ദേഹം എടുത്തു. ഈ ക്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ഞാൻ രക്ഷിക്കപ്പെടാനിടയിൽ തരുന്ന കാര്യം എന്നെ പറഞ്ഞു. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള കാര്യമാണ്. പെടാനിടയായി തരുന്ന ചരിത്രമാണ് ഞാൻ ഇനി പറയുന്നത്. ഞാനന്ന് വിവാഹിതനായി. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം ഞാനിങ്ങനെ ബോംബെക്ക് പോകുന്നു. എൻ്റെ കസിൻ്റെ കൂടെ ഞാൻ അന്ന് ഈ ഗൾഫിൽ പോകാനായിട്ട് ബോംബെക്ക് പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഈ ചെറിയാച്ചാൻ എന്ന് പറഞ്ഞ ഈ പാസ്റ്ററുടെ വീട്ടിൽ ചെന്ന് ഞങ്ങളവിടെ തങ്ങുക. ആദ്യത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ആഹാരമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു, ജോറുട്ടി ഈ ക്ലാസ് ഒക്കെ കേട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഞങ്ങൾ നമ്മളെ അന്ന് സംസാരിക്കാൻ തുടങ്ങി. 10 മണിയായപ്പോൾ ഞങ്ങൾ നമ്മളീ സംസാരം ആരംഭിച്ചു. ആ സംസാരം പോയത് വെളുപ്പിനെ 3-3:30 മണി വരെ പോയി. അങ്ങനെ അന്ന് രാത്രി അത്രയും സമയം വരെ സംസാരിച്ച് ഞങ്ങൾ രണ്ടും എങ്ങും എത്തുപിടിയില്ലാതെ ഇങ്ങനെ പോവുക. അദ്ദേഹം ഒരുപാട് വചനം പറയുന്നുണ്ട്. ഞാൻ തട്ടാപട്ടിയോട് പറഞ്ഞു. അങ്ങനെ ഇത്രയും അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും 5 മണിക്കൂറിലധികം ഒരാളുമായി സംസാരിക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. ഇപ്പോൾ 3 മണി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ജോറുട്ടി രാവിലെ എനിക്ക് 8 മണിക്ക് പോകണം, ഞാൻ ഒന്ന് കിടക്കട്ടെന്ന് പറഞ്ഞ് ചങ്ങോട്ട് കിടന്നു. പക്ഷേ പുള്ളി കിടന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് കിടന്നെങ്കിലും പുള്ളി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാം. ഞാനത് കണ്ടു. അതങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം ഇനി എന്തെങ്കിലും ഉറങ്ങാവുന്ന കണക്ക് കൂട്ടിക്കൊണ്ട് അന്നേ ഇതുപോലെ വൈകിട്ട് അത്താഴമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തോ ഒരു വാക്ക് പറഞ്ഞു തുടങ്ങിയതാ. ഇതുപോലെ സംസാരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2 ദിവസമായിട്ട് ഒരു 10-10.5 മണിക്കൂർ നേരത്തോളം ഞങ്ങൾ നമ്മുടെ ഇങ്ങനെ ആർഗ്യുമെന്റ് നടന്നു. അവസാനം എങ്ങും എത്താതെ അന്ന് അത് അവസാനിപ്പിച്ചു. എന്നാൽ 3-ാമത്തെ ദിവസം ശനിയാഴ്ച രാത്രി 1982 ജൂലൈ മാസം 3-ാം തീയതി ശനിയാഴ്ച രാത്രി അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അടുത്ത ദിവസത്തെ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും അതുപോലെ അവിടെ പുതിയ ജീവിതങ്ങൾ കടന്നു വരുന്നവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. 3-ാമത്തെ ദിവസത്തെ പ്രാർത്ഥനയെ ഞാനിങ്ങനെ ആ പ്രാർത്ഥന ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. ഞാൻ നോക്കിയപ്പോൾ ഒരു 10-12 പേരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു സഹോദരൻ ഒരു 10 മിനിറ്റ് നേരം ഒരു വചനം സംസാരിച്ചു. സംസാരിച്ചതിന് ശേഷം പ്രാർത്ഥന ആരംഭിച്ചു. അവരെല്ലാം എല്ലാവരും പ്രാർത്ഥിച്ചിട്ടേ ആ പ്രാർത്ഥന നിർത്തത്തുള്ളൂ. അപ്പൊ തൊട്ടടുത്ത മുറിയിൽ അവിടുത്തെ പാസ്റ്റർ ചെറിയാച്ചാന് അന്ന് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ശനിയാഴ്ച രാത്രി. അപ്പൊ ആ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അച്ചാൻ്റെ 2-3 കുഞ്ഞുങ്ങളും വേറെ 2-3 കുഞ്ഞുങ്ങളുമായിട്ടുണ്ട്. 5-6 കുഞ്ഞുങ്ങളുണ്ട്. അവരെയും കൊണ്ട് അച്ചാൻ അടുത്ത മുറിയിൽ നിന്ന് സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ കൂട്ടത്തില് ഞാൻ ഇങ്ങനെ മൂലയ്ക്കിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ ഒരാൾ പ്രാർത്ഥിക്കുന്നു. ഗ്രേസി എന്ന് പേരുടെ സഹോദരി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ പ്രാർത്ഥന നല്ല ശബ്ദത്തിലാണ്. പക്ഷെ ഈ പ്രാർത്ഥന കേൾക്കാൻ വയ്യാത്ത പോലെ സ്തോത്രം. അപ്പൊ ഒരാൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അടുത്ത ആൾ സ്തോത്രം പറയുന്നു.
ചുരുക്കി പറഞ്ഞാൽ ഈ പ്രാർത്ഥന കേൾക്കാനേ കഴിയത്തില്ല. എനിക്കത് വളരെ ഇറിറ്റേഷനായിട്ട് തോന്നി. അപ്പൊ എൻ്റെ മനസ്സിനകത്തുണ്ടായ ഒരു ചെറിയ ചിന്ത, എടാ പെന്തക്കോസ്തുകാരുടെ ധാരണ ഈ സ്തോത്രം പറയാൻ ഇവർക്ക് മാത്രമേ അറിയാവൂ, ഞങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ഇവരെക്കാൾ നന്നായിട്ട് സ്ഫുടമായ സ്തോത്രം പറയാൻ അറിയാം. അപ്പൊ ഞാൻ മനഃപൂർവ്വമായി വിചാരിച്ചു ഒരു സ്തോത്രമൊക്കെ പറയാം എന്നുള്ള കണക്കുകൂട്ടലിൽ ഞാനൊന്ന് തുറന്ന് സ്തോത്രം പറയാൻ വേണ്ടി താല്പര്യപ്പെട്ടതേ ഉള്ളൂ. എൻ്റെ വായിൽ നിന്നൊരു സ്തോത്രം വെളി വരുന്നില്ല. ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി ഒരു സ്തോത്രം കൊണ്ടൊന്ന് ഉറച്ചു പറയാൻ വേണ്ടി, പക്ഷെ എനിക്ക് എൻ്റെ വായിൽ നിന്ന് സ്തോത്രം വരുന്നില്ല. പക്ഷെ ഇവരെല്ലാം നല്ല സ്ഫുടമായി സ്തോത്രം പറയുന്നു. അപ്പോഴെൻ്റെ ഹൃദയത്തിൽ ചെന്നത് എന്തുകൊണ്ട് എനിക്കത് സാധിക്കുന്നില്ല, പറയാൻ ഞാൻ താല്പര്യപ്പെട്ടിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല. എൻ്റെ മനസ്സിനകത്ത് ഒരു ചോദ്യമായിട്ട് ഇങ്ങനെ കണക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ലെന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ എൻ്റെ ആ ചിന്ത, ഞാൻ എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത് താരാപ്പൂരിലാണെങ്കിൽ എൻ്റെ മനസ്സ് പെട്ടെന്ന് ഞാൻ ജനിച്ച് വളർന്നു വന്ന ജീവിച്ച ആ സ്ഥലത്ത് ഞാൻ നിൽക്കുന്നത് പോലെ എൻ്റെ മനസ്സ് കാണുക. ഇപ്പൊ എൻ്റെ പ്രവൃത്തികൾ, ഞാൻ ചെയ്ത പ്രവൃത്തികൾ, എൻ്റെ സ്വഭാവങ്ങളും എൻ്റെ ദൂഷിച്ച പ്രവൃത്തികളും, ഞാൻ മിടുക്കനാകാൻ വേണ്ടി കാണിക്കുന്ന മടയത്തരത്തിന്റെ പ്രവൃത്തികൾ, ഇതെല്ലാം ഞാൻ കാണുക. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്നോട് പറയുകയാണ്, നീ ഒരു കൊള്ളരുതാത്തവരായതുകൊണ്ടാണ് നിനക്ക് ഇതുപോലെ സ്തോത്രം ചെയ്യാൻ കഴിയാത്തത്. എൻ്റെ ഉള്ളിൽ നിന്ന് എന്നോട് പറയാം, വേറെ ആരുമല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് എന്നോട് പറയാം. ഈ ചിന്ത അങ്ങോട്ട് ചെന്നിട്ട് അവസാനം വന്നിട്ട് എൻ്റെ മനസ്സിനകത്ത് എന്തോ എന്നെ വല്ലാതെ ഭാരപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് പാപത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ പാപിയാണെന്നൊക്കെ അറിയാം. പക്ഷെ എനിക്ക് അന്ന് രാത്രി 30ാമത്തെ വയസ്സിലാണ്, എൻ്റെ 30ാമത്തെ വയസ്സിലാണ്, എൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ പാപത്തിന്റെ ഭാരം അങ്ങോട്ട് വർദ്ധിച്ചിട്ട് ഞാൻ ദൈവത്തോട് എൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി, എൻ്റെ ഹൃദയം തകരാൻ തുടങ്ങി. ഞാൻ പാറ പോലെ കഠിന ഹൃദയനായിരുന്ന എൻ്റെ ഹൃദയം പൊട്ടി തകരാൻ തുടങ്ങി. ഞാൻ നിയന്ത്രിക്കാൻ നോക്കി, എൻ്റെ കരച്ചിൽ ഞാൻ നിയന്ത്രിക്കാൻ തുടങ്ങി. ശബ്ദം പുറത്തു വരുന്നില്ലെങ്കിലും എൻ്റെ ഉള്ളു തകർന്ന് ഞാൻ ദൈവത്തോട് പറയുന്ന ഒരു വാക്ക്, കർത്താവേ ഞാനൊരു പാപിയാണ്. ഞാനെന്ന് പറഞ്ഞ വാക്ക് എന്താ? കർത്താവേ എൻ്റെ പാപം ഒരു കുന്നുപോലെ മരം പോലെ പെരുകിയിരിക്കുക, എൻ്റെ പാപം ക്ഷമിച്ചിട്ട്. അന്നേരം പ്രാർത്ഥിച്ച പ്രാർത്ഥന, കർത്താവ് ഈ ഇരിക്കുന്നവരെ പോലെ പ്രാർത്ഥിക്കാൻ, ഇവരെ പോലെ പ്രാർത്ഥിക്കാൻ എനിക്കൊരു കഴിവ് തരണം. എനിക്ക് കൂടുതലൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അന്ന് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ഈ ഇരിക്കുന്നവരെ പോലെ പ്രാർത്ഥിക്കാൻ എനിക്കൊരു കഴിവ് തരണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ. ഈ പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അതങ്ങ് ഗൗരവമായി എൻ്റെ അന്തരംഗത്തിൽ, ശരിക്കു പറഞ്ഞാൽ ഒരാളിൻ്റെ കാലേ കയറി കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ആളിനോട് നിലവിളിക്കുന്ന പോലെ എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. ദൈവത്തോട് ഇത് തന്നെ പറയുന്നത്, കർത്താവേ ക്ഷമിക്കണം, എൻ്റെ പാപം ക്ഷമിക്കണം. അപ്പോഴത്തേക്ക് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എൻ്റെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, ആര് കേൾക്കരുത് അറിയരുത്. പക്ഷെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒറ്റ വാക്ക് മാത്രം, കർത്താവേ എൻ്റെ പാപം ക്ഷമിക്കണം. എനിക്ക് ആകെപ്പാടെ എനിക്ക് അത്രയും വചനമൊന്നും കൂടുതൽ അറിയത്തില്ല. ഞാൻ വചനമൊക്കെ നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ സമയത്തൊന്നും എൻ്റെ മനസ്സിനകത്ത് വചനമൊന്നും വരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഓർത്തഡോക്സിൽ പഠിച്ചൊരു പാട്ടുണ്ട്, ഒരു അനുതാപത്തിന്റെ പാട്ട്. കരുണക്കടലെ ഞാൻ നോക്കും, ദേവാ തനയാ ഞാൻ പാപം പെരുകി പിഴകൾ വർദ്ധിച്ചെയ്യൂ, കഴുകണമെന്റെ സോപ്പായാൽ ഏകണമെൻ ബാഷ്പാൽ വെണ്മ, പിതൃസ്നേഹത്താൽ ഞാൻ യാചിക്കുന്നേ. ഒരു പഴയ പാട്ടാണ് ഇത്. പലപ്പോഴും ഞങ്ങൾ പാടിയിട്ടുള്ളതാണ്. പക്ഷെ അന്ന് ഞാൻ ആ പാടിയ പാട്ടിന്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പാടി. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ സോപ്പാകൊണ്ട് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് ഇതിനകത്തെ ആ പ്രതിവാദി വിഷയം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ കഴുകണമേ, കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കർത്താവെ എന്നെ കഴുകണമേ, എന്റെ പാപം ക്ഷമിക്കണമേ. പെട്ടെന്ന് എൻ്റെ കാലിന്റെ ഉള്ളങ്കാല് മുതൽ എൻ്റെ തല ഉച്ചി വരെ പെരുക്കുന്ന പോലെ ഒരു പ്രത്യേക അനുഭവം എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് അസാധാരണമായ ഒരു അനുഭവം അനുഭവപ്പെട്ടിട്ട് എൻ്റെ അന്തരംഗത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് പറയാൻ പറഞ്ഞു. എന്തോ പറയണമെന്ന് അറിയത്തില്ല, എഴുന്നേറ്റ് പറയാൻ പറഞ്ഞു. എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, എഴുന്നേറ്റ് പറ. എന്നെ പിടിച്ച് ഒരാൾ ഫോഴ്സ് ചെയ്ത് പിടിച്ച് എഴുന്നേപ്പിക്കുന്ന പോലെ എൻ്റെ എഴുന്നേറ്റ് പറ. ഞാൻ ഞങ്ങളുടെ ഓർത്തഡോക്സ് കത്തോലിക്ക പള്ളിയിൽ നിൽക്കുന്നത് പോലെ മുട്ടയിൽ എഴുന്നേറ്റു. അന്നേരം എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മുട്ടയിൽ എഴുന്നേറ്റ് 2 കൈയും മേലോട്ട് ഉയർത്തിയിട്ട് ദൈവത്തോട് എന്തോ പറയാൻ തുടങ്ങി. പക്ഷെ എൻ്റെ എൻ്റെ ശബ്ദം അതുപോലെ അങ്ങ് ശബ്ദമായി, ഭയങ്കര ശബ്ദം പറഞ്ഞ അതിഭയങ്കര ശബ്ദത്തിൽ ഞാൻ അന്ന് പറഞ്ഞ വാക്കുകള്, ഇവര് പറയുന്നത് ഇരുമ്പ് പാളിയാ ജനലിന്റെ, ഇരുമ്പ് പാളികൾ കിരികിരാന്ന് കേട്ടെന്ന് പറഞ്ഞ അതുപോലത്തെ ശബ്ദമായിരുന്നു അന്ന് രാത്രി എൻ്റെ വായിന്ന് പുറപ്പെട്ട ശബ്ദം. അത്ര ഭയങ്കര ശബ്ദം. അത്രയും ശബ്ദത്തിൽ ഞാൻ എൻ്റെ നാവ് കൊണ്ട് ദൈവത്തോട് ഏറ്റു പറഞ്ഞു, സ്തോത്രം ചെയ്യാൻ തുടങ്ങി. എന്നെ നാവ് കൊണ്ട് സ്തോത്രം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, അവിടെ ആത്മനിറവുള്ള 2 സഹോദരങ്ങളെ ഉള്ളൂ. ബാക്കി ആരും ആത്മാവിനെ പ്രാപിച്ചവരാണ്. പക്ഷെ എൻ്റെ മേൽ വ്യാപരിച്ച ഈ ദൈവശക്തി ആവുന്ന എനിക്കറിയത്തില്ല, ദൈവശക്തിയാണെന്നൊന്നും അറിയത്തില്ല.
ആ, ഈ നിമിഷം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വായി തുറന്നു കഴിയുകയും ഇരിക്കുന്നവർക്ക് ആർക്കും പിന്നെ ആർക്കും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ ഒരു ആത്മശക്തി അവിടെ വ്യാപരിക്കാൻ തുടങ്ങി. അവർക്ക് ആർക്കും ഒന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. ആ ഒറ്റ സഹോദരി അല്ലാതെ വേറെ ഒരാൾ പോലും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. അതങ്ങോട്ട് നീണ്ടു ശരിക്കും പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ നേരത്തോളം സ്തോത്രം ഹല്ലേലൂയായും ആരാധന മാത്രം. ഇരുന്ന് ഒരെണ്ണത്തിന് പോലും തറയിൽ വരയ്ക്കാൻ കഴിയാത്ത പോലെ ഒരു ആത്മീയ അന്തരീക്ഷം. ഈ ശബ്ദം, ഭയങ്കരമായ ശബ്ദം കേട്ടിട്ട് അടുത്ത മുറിയിലിരുന്ന് ചെറിയാച്ചാൻ ചാടി ഇറങ്ങി വന്ന് ഇദ്ദേഹം ഇറങ്ങി വന്ന് എന്താ സംഭവിച്ചെന്ന് ഓർത്ത് ഇറങ്ങി വന്നിട്ട് ഇദ്ദേഹം വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ നടക്കുക, ആരാധന നടക്കുക. ഞാൻ മുട്ടയിരുന്ന് കൈ രണ്ട് ഉയർത്തി പിടിച്ച് ഞാനിങ്ങനെ സ്തോത്ര ഹല്ലേലൂയ പറയുക, ഭയങ്കര ശബ്ദത്തിൽ സ്തോത്ര ഹല്ലേലൂയ പറയുക. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്തോത്രം പറയാൻ പാപമുഖാന്തരം എൻ്റെ നാവിലുണ്ടായിരുന്ന ബന്ധനം കർത്താവ് അറുത്തു മാറ്റി എൻ്റെ നാവിൽ ദൈവ സ്തോത്രം തന്നപ്പം നന്നായി സ്തോത്രം പറയാൻ ഇടയാക്കി. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവകൃപയാൽ എനിക്കൊരു മർമ്മം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ സ്തോത്രം പറയുന്ന സ്തോത്രത്തിനകത്ത് ഒരു മഹാശക്തിയുണ്ട്. അന്ന് അവർ സ്തോത്രം പറഞ്ഞ സ്തോത്രത്തിലാണ് എൻ്റെ ഹൃദയം സ്പർശിക്കപ്പെട്ടത്. അതാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ദൈവകൃപയിലേക്ക് വരാനായിട്ട് ഒരു ലിങ്കായി തീർന്നത് അവരുടെ സ്തോത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് ഞാൻ പറയാറുണ്ട്, നന്നായി സ്തോത്രം പറയുന്ന സ്തോത്രത്തിന് ഒരു ശക്തിയുണ്ട്. അങ്ങനെ ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഈ ചെറിയാച്ചാൻ വന്ന് അടുക്ക നിൽക്കാൻ ഞാൻ എൻ്റെ ദേഹത്ത് തൊടുന്നില്ല. എല്ലാം ഒന്ന് ശാന്തമായി കഴിഞ്ഞപ്പം ഒരു വലിയ കൊടുങ്കാറ്റും മഴയും കഴിഞ്ഞ പോലെ ഒരു പ്രതീതി എനിക്ക് തോന്നി. ആ സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും നോർമൽ മൈൻഡിലായത്. ഒരു 3/4 മണിക്കൂർ നേരം കഴിഞ്ഞപ്പോഴാണ്. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്ന് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന നിർത്തി. എന്നോട് ചോദിച്ചു, എന്തുവാ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇവിടെ വന്ന കാര്യങ്ങൾ. അപ്പൊ ഉടനെ സഹോദരന്മാർ ചോദിച്ചു, ബ്രദറെ അന്യഭാഷയെ സംസാരിച്ചു എന്ന് ചോദിച്ചു. എനിക്കതൊരു പുതിയ അനുഭവം, എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അപ്പം അത് കേട്ടവർക്ക് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രത്യേക അനുഭവത്തിലാണ് കർത്താവ് എന്നെ വാസ്തവത്തിൽ ദൈവകൃപയിലേക്ക് നടത്തി. അങ്ങനെ കർത്താവ് കൃപയിലേക്ക് നടത്തി ദൈവകൃപയാൽ അന്ന് രാത്രി എന്നോട് ചെറിയാച്ചാൻ ചോദിച്ചു, ജോലിട്ടി സ്നാനപ്പെടണ്ട. ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി വെള്ളം ഒരുക്കുമെന്ന് തയ്യാറാന്ന് പറഞ്ഞു. ആ സമയം ഞാൻ ഇനി പറയാം. ആ സമയത്ത് എൻ്റെ വീട്ടിലെ അവസ്ഥ ഞാൻ പറയാം. ഞാനിങ്ങനെ പോയി, ഞാൻ ബോംബെക്ക് പോയി, ഞാൻ ജോലിക്ക് പോയതാണ്. ചെറിയാച്ചാൻ്റെ വീട്ടിൽ ഒരു കാരണവശാലും കയറരുതെന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് പോയത്. ഈ സംഭവിച്ചതൊന്നും ഞങ്ങളുടെ വീട്ടിൽ അറിയിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ, ഞാൻ പറഞ്ഞു എനിക്കൊരു സഹോദരൻ, ഇളയ ഒരു സഹോദരനുണ്ട്, എന്നെക്കാൾ 7 വയസ്സിന് ഇളയത്. എൻ്റെ സഹോദരന് കത്തോലിക്ക പട്ടം കിട്ടാൻ വേണ്ടി ഏതാണ്ട് 1.5 വർഷം ബാക്കിയുള്ളൂ. അതാണ് എൻ്റെ വീട്ടിലെ അന്തരത്തെ സാഹചര്യം. എൻ്റെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് മിണ്ടാനും. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഇല്ലനകത്ത് എഴുതി, ഇതുപോലെ ഞാൻ കർത്താവായ യേശുവിനെ എൻ്റെ പാപം ഏറ്റു പറഞ്ഞ് കർത്താവായ യേശുവിനെ രക്ഷിതാവായ തിരിച്ചു വീട്ടിൽ എഴുതി. ശരിക്കും പറഞ്ഞാൽ വീട്ടിനകത്ത് ഒരു ഭൂകമ്പം നടന്ന ലക്ഷണമായിരുന്നു അന്നത്തെ അവസ്ഥ. അത് കഴിഞ്ഞപ്പം സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. അതേ മാസം തന്നെ 18-ാം തീയതി ദൈവത്തിന്റെ കൃപയാൽ ബോംബെയിലെ അന്നത്തെ ബോംബെയിലെ പ്രസ്ബിറ്റർ ആയിരുന്ന പാസ്റ്റർ എം തോമസ് എന്ന് പറയുന്ന യേശുദാസന്റെ കൈക്കീഴിൽ അന്ന് സ്നാനമേറ്റു. 18-ാം തീയതി അങ്ങനെ സ്നാനപ്പെടുന്നതിന് മുമ്പേ തന്നെ വീട്ടിൽ വിവരം അറിയിച്ചു, ഞാൻ ഇതുപോലെ സ്നാനപ്പെടാൻ പോവുകയാണ്. വചനത്തിന്റെ എല്ലാത്തിനും വ്യവസ്ഥ വെച്ചിട്ടാണ്, ഇന്ന വചനത്തിന്റെ വ്യവസ്ഥ വെച്ചിട്ട് ഞാൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെടാൻ പോവാണെന്ന്. അങ്ങനെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെട്ടു. അങ്ങനെ ദൈവത്തിൽ സാധാരണ ഒരു വിശ്വാസിയായി എൻ്റെ മനസ്സിലാത്ത ചിന്ത, ഞാനൊരു മദ്യപാനിയായി ജീവിച്ച മനുഷ്യനാണ്. അതെല്ലാവർക്കും നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് അവരുടെ നടുവിൽ ഒരു വിശ്വസ്തനായ ഒരു ദൈവവേദനായി ജീവിക്കണം. എൻ്റെ മനസ്സിനകത്തെ ഒറ്റ ചിന്ത അതായിരുന്നു, ഒരു നല്ല ദൈവവേദനായി ജീവിക്കണം, സാക്ഷ്യമുള്ളവനായി ജീവിക്കണം. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, അതിരിങ്കൽ സഭയിൽ ഉണ്ടായിരുന്ന ആ പണ്ട് കാലത്തുണ്ടായിരുന്ന പണ്ടത്തെ വിശ്വാസികൾക്കറിയാം, അതിരിങ്കൽ സഭ പേരുണ്ടായിരുന്ന ഒരു സഭയാണ്. ആത്മീയ ജീവിതത്തിൽ നല്ല പേരെടുത്ത ഒരു സഭയായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് വന്നപ്പോൾ വളരെ ദൈവകൃപ എന്ന പല ആൾക്കാരും തകർന്ന് തരിപ്പണമായ ചരിത്രം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവർ തകർച്ച എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ ജനത്തോട് ഒരു പ്രത്യേക എൻ്റെ ഹൃദയത്തിന് വെറുപ്പുണ്ട്. കാരണം ഓരോരുത്തരെ കുറിച്ച് എൻ്റെ മനസ്സിൽ മുൻവിധിയുണ്ട്. ഇന്നാരാണ്. അങ്ങനെ ഒരു നിലവാരത്തിൽ എൻ്റെ മനസ്സിനകത്തുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലുള്ളവരുടെ എല്ലാം മനസ്സിനകത്ത് ഈ ഒരു ചിന്തയിലാണ് പെന്തക്കോസ്തുകാരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ വിശ്വാസത്തിൽ ദൈവകൃപ വന്നു കഴിഞ്ഞപ്പോൾ വന്നിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ബോംബെയിൽ നിന്ന് പെട്ടെന്ന് എൻ്റെ കുടുംബത്തെ, എൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകാനായിട്ട് ഞാൻ നാട്ടിൽ വന്നു. ഇതിനൊക്കെ കാരണമുണ്ട്. കാരണം എനിക്ക് അവിടെ വേറെ ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി കൊണ്ടുപോകാനായിട്ട് നാട്ടിൽ വന്നപ്പോഴത്തെ ഒരവസ്ഥ ഞാൻ പറയാം. നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ അന്ന് നേരത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന കത്തോലിക്ക പള്ളി പിരിഞ്ഞിട്ട് റോഡ് നിറച്ച ആളുകൾ മടങ്ങി വരുന്ന സമയം. അതേ സമയത്ത് വേണം എനിക്ക് ആരാധന സ്ഥലത്തോട്ട് പോകാൻ. ഞാൻ ധർമ്മസങ്കടത്തിലായി. എങ്ങനെയാ പോകുന്നത്? വേദോസ്തം എടുത്തുകൊണ്ട് വരുടെ നടുക്കൂടെ പോകുന്നത്. ഞാൻ 3 മാസത്തിന് മുമ്പേ കത്തോലിക്കനായിട്ട് പോയ ഞാൻ ഇപ്പൊ എങ്ങനെയാ പോകുന്നത്?
എന്നാൽ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു അരമണിക്കൂർ കഴിയട്ടെ. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് തോന്നി, എടാ ഇന്ന് ഞാൻ ആ സമയം താമസിപ്പിച്ചാൽ അടുത്ത ആഴ്ചയിൽ എന്നും അത് ചെയ്യേണ്ടി വരത്തില്ല. അതുകൊണ്ട് ഇവർ വന്നതിൻ്റെ നടുക്കിൽ അവരുടെ നടുക്കൂടെ വേദോസ്തവം ഇങ്ങനെ നേരെ കൈ പിടിച്ചുകൊണ്ട് ഇവരുടെ നടുവിലൂടെ നേരെ കടന്നു. ഇവരെല്ലാം നോക്കിയിട്ട് വാസ്തവം പറഞ്ഞാൽ എന്നെ കണ്ടിട്ട് ഞാൻ വേദോസ്തവം എടുത്തോണ്ട് പോകുന്നത് കണ്ടപ്പോൾ ഇവർ തറയിൽ നോക്കി എൻ്റെ മുഖത്ത് നോക്കി വന്നവർ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. വീട്ടിനകത്ത് നല്ല എതിർപ്പുണ്ട്, ശക്തമായ എതിർപ്പുണ്ട്. അതിന്റെ പശ്ചാത്തലം മനസ്സിലായല്ലോ. എൻ്റെ അനിയൻ കത്തോലിക്ക വൈദികനാകാൻ വേണ്ടിയുള്ള തൻ്റെ വൈദിക പഠനം പൂർത്തിയാക്കാൻ പോകുന്നു. നാട്ടിലെ മാന്യതയുള്ള കുടുംബങ്ങളിൽപ്പെട്ട ഒരു കുടുംബം, പള്ളിയിലെ മാന്യതയുള്ള കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബമാണ്. അപ്പൊ അതിനകത്ത് ഇതൊക്കെ സംഭവിച്ചപ്പം അവരറിയുന്നില്ലല്ലോ, ഇതെന്താണെന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ദൈവം കൃപയാൽ അതിന്റെ നടുവിൽ നിർത്തി. എൻ്റെ വീട്ടിൽ ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ബോംബെ താരാപുരി വെച്ച് ഞാൻ കണ്ട ഒരു അനുഭവം, അവിടെ ഒരു കർത്തൃവേഷ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഈ കർത്താവിന്റെ ദാസൻ അതായത് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വിശ്വാസത്താൽ രോഗശാന്തി കിട്ടുന്നതിനെ കുറിച്ച്, കർത്താവ് യേശുക്രിസ്തുവിന്റെ അടിപ്രധാന രോഗശാന്തിയെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അപ്പൊ സൗജന്യമായി കിട്ടുന്ന രോഗശാന്തിയെ കുറിച്ചൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചു വന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അതിന് ദൈവസന്നിധി തീരുമാനം എടുക്കാൻ ആർക്കുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ചിന്തിച്ചിട്ട്, എടാ കർത്താവ് സൗജന്യമായി ഇതുപോലെ കർത്താവിന്റെ പക്കൽ നിന്ന് കിട്ടുന്നെങ്കിൽ അതെനിക്ക് വേണം. ഞാൻ എന്ത് ചെയ്തു? കൈ ഉയർത്തി. അപ്പൊ 5 പേരൊന്ന് കൈ ഉയർത്തി. സൗജന്യമായ രോഗശാന്തിക്ക് വേണ്ടി, അതായത് രോഗശാന്തിക്ക് നിൽക്കാൻ വേണ്ടി, മരുന്നുകളൊന്നും കൂടാതെ രോഗശാന്തിക്കാൻ വേണ്ടി കൈ ഉയർത്തി. അങ്ങനെ 5 പേര് കൈ ഉയർത്തി. അതിലൊരാളായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് ഞാൻ 82, 84 ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് നാട്ടിൽ വരേണ്ടി വന്നു. എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ട് നാട്ടിൽ വരേണ്ടി വന്നു. വരേണ്ട ഒരു സാഹചര്യത്തിൽ വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി വന്നു. ഞാൻ നാട്ടിൽ വന്നു. എന്നാൽ എൻ്റെ വൈഫിനോട് ബോംബെ വെച്ച് ഒരാളിങ്ങനെ ദൂത് പറഞ്ഞു, കർത്താവിന്റെ വേലയെക്കുറിച്ച് എൻ്റെ വൈഫിനോട് ദൂത്. ഞാനൊരു രാത്രി എന്നെ സ്വപ്നത്തിൽ എന്നോട് ഒരാൾ ചോദിക്കുന്നു, എൻ്റെ സുവിശേഷത്തിന് വേണ്ടി ആര് പോകും എന്ന് എന്നോടൊരു ചോദ്യം. അപ്പൊ ഞാൻ അന്നേരം അതിന് കുറച്ച് മറുപടി കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എൻ്റെ വീട്ടിൽ ഇന്നാരൊക്കെയുണ്ട്, ഇത്രയും നമ്പേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ സുവിശേഷയിലേക്ക് വന്നാൽ ഇതെല്ലാം കൂടെ നടക്കുമോ എന്ന് പറഞ്ഞ സ്വപ്നത്തിൽ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണു തുറന്നു ഉണർന്നപ്പം അന്നേരം എനിക്ക് മനസ്സിലായി, ഞാനൊരു ദൈവശബ്ദത്തിന്റെ മുമ്പിലായിരുന്നല്ലോ. ഞാൻ ദൈവസ്ഥലം എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവ് എൻ്റെ അബദ്ധത്തിൽ, എൻ്റെ സ്വപ്നത്തിൽ ഞാൻ എന്തോ, എൻ്റെ അബോധ മനസ്സിൽ എന്തോ സംസാരിച്ച് ക്ഷമിക്കണം, ദൈവത്തിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി കടന്നു. അപ്പൊ എനിക്ക് വാസ്തവം പറഞ്ഞാൽ ബോംബെ വെച്ച് തന്നെ ഞാനിവിടെ വിശ്വാസത്തിൽ വന്ന് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ കാണാൻ തുടങ്ങി. എനിക്കതൊന്നും അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. ഞാനതുകൊണ്ട് മറ്റു സഹോദരങ്ങളോട് പറയും, പിന്നെ ഞാൻ ഇതുവരെ കാഴ്ച കാണും. ഒരിക്കൽ കാണുക, താരാപുരി വെച്ച് കാണുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ കാണുന്നു, ആകാശത്തിൽ വളരെ ഉയരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. എനിക്ക് വ്യക്തമായി കാണുന്നത് ഒരു മനുഷ്യനാണെന്ന് മാത്രം കാണും. താഴെ ഭൂമിയിൽ ഒരു കൂട്ടത്തെ ഞാൻ കാണും. എന്നിട്ട് ഇതിന്റെ നടുക്ക് ഞാൻ കാണുന്നത് ഒരു വെളുത്ത പ്രതലം, ഒന്നീ വെള്ള പേപ്പറോ തുണിയോ പോലും വെളുത്ത പ്രതലം. അതിന്റെ നടുക്ക് ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു കത്തി പിടിച്ചോണ്ടിരിക്കുക. അതിന്റെ നടുക്ക് ഇങ്ങനെ കത്തി പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. അത് തൊട്ടിട്ടില്ല, ഇങ്ങനെ നിൽക്കുക. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു സഹോദരനോട് ചോദിച്ചു, ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടത് എന്താ? അദ്ദേഹം നല്ല ദൈവമുള്ള ഒരു സഹോദരനാണ്, അത്യാവശ്യത്തിന് ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത്. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ദൈവസഭയെ കുറിച്ചുള്ള ഒരു ദൂതാന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു, ആ മുകളിൽ കണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ ദൃഷ്ടിയാണ് കണ്ടത്. താഴെ കണ്ട കൂട്ടം എന്ന് പറയുന്നത് ദൈവസഭയാണ്. ആ കണ്ട വെളുത്ത പ്രതലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയുടെ വിശുദ്ധാന്തരീക്ഷത്തെ കാണിക്കുന്നത്. ആ മേളിൽ കണ്ട കൈ എന്ന് പറയുന്നത് മനുഷ്യന്റെ കൈയാണ്. ആ കത്തി എന്ന് പറയുന്നത് ഇതിനെ പിളർക്കാൻ, ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സഭയെ രണ്ടാക്കി പിളർക്കാൻ വേണ്ടിയുള്ള പിശാചിന്റെ തന്ത്രമാണ്. അതുകൊണ്ട് നാളെ സഭായോഗത്തിന് ഇത് പറയണമെന്ന്. ഞാൻ എഴുന്നേറ്റ് ഒരു മഠയനെ പോലെ ഞാൻ എഴുന്നേറ്റ് വലിയ കാര്യത്തിൽ പറഞ്ഞു, ഇത് വെളിപ്പാടെന്ന് പറഞ്ഞത് ഇതല്ല. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് പാസ്റ്റർക്ക് പകരം പാസ്റ്റർ നാട്ടിൽ പോകുന്നതിനുണ്ട് പകരം ഏൽപ്പിച്ചിരുന്ന ഒരു സഹോദരൻ, അവിടുത്തെ സെക്രട്ടറിയാണ്. ഇദ്ദേഹം നന്നായിട്ട് പരിഹസിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പം എത്രത്തോളം പുള്ളി പരിഹസിക്കാം അത്രത്തോളം പരിഹസിച്ചു. അത് ആദ്യത്തെ അനുഭവത്തിൽ എനിക്ക് ഭയങ്കരമായ സങ്കടമുണ്ട്. എന്നാൽ സഹോദരന്മാർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ബ്രദർ ഒട്ടും ഭാരപ്പെടണ്ട, ദൈവം അറിയിക്കുന്ന കാര്യങ്ങൾ പറ, ഇതൊക്കെ ദൈവം തരുന്ന കാര്യങ്ങളാണ് പറയാൻ പറഞ്ഞു. അങ്ങനെ എനിക്കത് ഒത്തിരി വിഷമം തോന്നിയെങ്കിലും ഞാനതങ്ങ് നിർത്തിവെച്ചു. ഞാൻ ഈ കണ്ടതുപോലെ തന്നെ 3.5 വർഷം കഴിഞ്ഞപ്പോൾ ആ സഭയിൽ പാസ്റ്റർ ഒരു അസിസ്റ്റന്റായിട്ട് തിരുവനന്തപുരത്ത് ഒരു ദേവദാസൻ രവീന്ദ്ര വിൻസെന്റ് എന്ന് പറഞ്ഞൊരു ദേവദാസനെ കൊടുത്തു. അദ്ദേഹം അവിടെ പാർത്ത് അസിസ്റ്റന്റായിട്ട് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് അങ്ങനെ ഇരിക്കുമ്പം സംഭവിച്ച ഒരു കാര്യം, ഇദ്ദേഹം
അതിനകത്തൊരു ഒരു 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 പിളർപ്പുണ്ടാക്കിക്കൊണ്ട് ഈ കർത്താവിന്റെ ദാസൻ അവധിക്ക് നാട്ടിൽ വന്ന സമയത്ത് സഭയെ രണ്ടാക്കി പിളർന്ന് ഒരു 39 പേരെയും കൊണ്ട് IPCയിലോട്ട് ഇദ്ദേഹം മാറി. അതങ്ങനെ ആ സംഭവം അങ്ങനെ സംഭവിച്ചു. അപ്പൊ എനിക്ക് വാസ്തവം പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ കാണാൻ തുടങ്ങി. അത് ഇങ്ങനെ ഈ ചില സമയത്തൊക്കെ കാണും. എനിക്ക് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ മനസ്സിലാകത്തില്ല. പിന്നെ കണ്ടിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരുന്നു പ്രാർത്ഥിക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞ നാട്ടിൽ വന്നു. ഞാനിങ്ങനെ ആരാധനയിൽ ചർച്ചിൽ, ഞങ്ങളുടെ അതിരിങ്കൽ ചർച്ചിലെ ഒരു വിശ്വാസിയായി അവിടെ ആരാധിക്കാൻ തുടങ്ങി. ഞാൻ വന്ന ചുരുക്ക ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ചർച്ചിന്റെ സെക്രട്ടറി ആക്കി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ക്ലാസ്സിലെ സൺഡേ സ്കൂൾ അധ്യാപനാക്കി. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഇതെല്ലാം ചെയ്യുന്നത് എന്നെ ഇങ്ങനെ ഒരു ആത്മീയമായി വളർത്തലാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഏതായിരുന്നാലും അന്ന് അവിടെ ഇരുന്ന പാസ്റ്റർ TK ജേക്കബ് എന്ന് പറഞ്ഞ ദേവദാസൻ നല്ലപോലെ കൈത്താങ്ങൽ തന്ന് എന്നെ ആ കാര്യത്തിൽ പുള്ളിക്കാരൻ വളർന്നു. ഞാൻ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഇതുപോലെ പറയും. ഇതുപോലെ വന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഇതുപോലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ച വിളി എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ നിൽക്കുക. എനിക്ക് പക്ഷേ എൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ സംഭവിച്ച എൻ്റെ തലയ്ക്കുണ്ടായ ഒരു വഴക്കിനകത്ത് ഒരു കല്ല് കൊണ്ട് ഒരാൾ അടിച്ചാടി, ഉച്ചയ്ക്ക് അടിച്ചാടി. എന്നെ അടിച്ചതല്ല, വേറൊരാളിനെ അടിച്ചാടിയ അദ്ദേഹത്തിന് കൊള്ളാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊള്ളാതിരിക്കാൻ വേണ്ടി കരുതൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉച്ചയ്ക്കായി. അത് ഭയങ്കര അടിയായിരുന്നു. ഞാനന്ന് ചത്തുപോട്ടതായിരുന്നു. അത്ര ഭയങ്കര അടിയായിരുന്നു. അങ്ങനെ ഈ അടി കൊണ്ട് എൻ്റെ ശരീരത്തിലുള്ള രക്തം ഒരു നല്ല പങ്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഈ അടി കൊണ്ട സ്ഥലം, വഴക്കുണ്ടായ സ്ഥലം എന്ന് പറഞ്ഞാൽ വലിയ രക്തക്കളമായി മാറി. അത് കഴിഞ്ഞിട്ട് ചില നാളുകൾ കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിലോട്ട് വണ്ടി കയറി. ഞാനിവിടെ ബോംബെയിലോട്ട് പോകുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായ തലവേദന ആരംഭിച്ചു. തലവേദന അങ്ങോട്ട് കൂടി വന്നു. വിശ്വാസത്തിൽ വന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കഠിനമായ തലവേദനയായിട്ട് എൻ്റെ ബോധം പറയുന്നത് പോലെ എനിക്ക് തോന്നി. അത്ര കഠിനമായ തലവേദനയായി. സംഭവിച്ച കാര്യം, എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനകത്ത് എൻ്റെ ബ്രെയിൻ അങ്ങ് ഡള്ളായ പോലായി. ഒന്നും എനിക്കറിയത്തില്ല. ഇന്നലത്തെ നടന്ന കാര്യം എനിക്കറിയത്തില്ല. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ നിൽക്കുന്ന അറിയത്തില്ല. ഇന്നും ഞാൻ പോകുന്ന സ്ഥലത്ത്, ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് എന്നാൽ എൻ്റെ മനസ്സിൽ സംശയം, അത് ആ സ്ഥലമാണോ ഇതെന്ന് സംശയിച്ചിട്ട് മുമ്പോട്ട് പറഞ്ഞു. ശരിക്കും എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് ഞാനൊരു പ്രാർത്ഥനയെ പോലെ ഒരു സാഹചര്യം ഉണ്ടായി. ആ സംഭവത്തിൽ പലപ്പോഴും എനിക്ക് മരണം സംഭവിക്കാവുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഒത്തിരി സംഭവങ്ങൾ അതിന്റെ പിന്നിൽ തന്നെ എൻ്റെ ഓർമ്മക്കുറവ് കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെ ഓർമ്മ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. ഓർമ്മ നഷ്ടപ്പെട്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ അതിനടുത്ത വാക്യം പറയാൻ എൻ്റെ മനസ്സിനകത്ത് ഓർമ്മയില്ലാതിരിക്കുന്ന സമയത്താ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഡയറക്റ്റ് കർത്താവ് വിളിക്കുന്നു. പിന്നീട് കടന്നു വരുന്ന ദൈവദാസന്മാർ മുഴുവൻ ഇതേ ആലോചന പറയാൻ തുടങ്ങി. എൻ്റെ ഹൃദയം ഭയപ്പെടാൻ തുടങ്ങി. ഒരു വാക്യം പറയാൻ കഴിയാത്ത ഞാനെങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുന്നു? എനിക്കിത് വലിയ ഭാരമാണ്. ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. ആ വിഷയത്തിൽ ഒത്തിരി ഭാരപ്പെട്ടു. എന്തായിരുന്നാലും ഒരു ദിവസം അതിന് നടന്ന ഒരു ആരാധനയിൽ ഞാൻ രക്ഷിക്കപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ആ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി ഇങ്ങനെ ഒരു വേദി വരുന്നത്. അതുകൊണ്ട് ഓർഡറായിട്ട് ഞാൻ പറയുന്ന ചരിത്രമൊക്കെ പറയുന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് അനുഭവങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ദൈവത്തിന് പറയാനുണ്ട്. അതിനകത്ത് ഞാൻ രക്ഷിക്കപ്പെട്ട കാര്യം പറഞ്ഞു. ഇനി ശുശ്രൂഷയിലേക്ക് വരുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊക്കെ പറയാനേ സമയം കിട്ടത്തുള്ളൂ. ശുശ്രൂഷ വന്നതിന് ശേഷം ഒത്തിരി അനുഭവങ്ങൾ. കാരണം ഞാൻ പ്രത്യേകിച്ച് എടുത്തൊരു കാര്യം പറയാം. 40 വർഷക്കാലമായി വിശ്വാസത്താൽ രോഗശാന്തി നിൽക്കുന്ന ഒരു ദേവദാസനാണ്. ഒത്തിരി ഒരുപാട് രോഗശാന്തിയുടെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തെ അനുഭവിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ അനേകർക്കും അതുപോലതായ ദൈവിക വിടുതൽ അനുഭവിപ്പാനായി തരുന്നുണ്ട്. അതങ്ങോട്ട് നിൽക്കട്ടെ. അപ്പൊ എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. ഒരക്ഷരം പോലും പറയാനുള്ള ഓർമ്മയില്ലാത്ത ഒരു മനുഷ്യനായിട്ട് എനിക്ക് മാറ്റപ്പെട്ടു. അപ്പോഴാണ് ഈ കർത്താവിന്റെ വേലയെക്കുറിച്ചുള്ള ആലോചന. ഒരു ദൈവദാസി ഞങ്ങളുടെ അതിരങ്കൽ വന്നിട്ട് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു. ഈ ദൈവദാസി ഒരു ദൂത്, അപ്പൊ എന്നോട് ദൂത് പറയുന്നത്, ഈ തുടർമാനം ഈ ദൂത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ വന്നിരുന്ന പാസ്റ്റർ KT വർഗീസ് ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് വെച്ചിട്ട് എന്നോടുള്ള ദൂത് പുള്ളിക്കാരി പിടിച്ചു. അതിനകത്ത് ഇങ്ങനെ പുള്ളിക്കാരി ദൂത് പറഞ്ഞു. ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം എൻ്റെ വേലയുള്ളതിൽ പറഞ്ഞു. 1988 നിന്റെ സ്വന്തം ദേശത്ത് മെരുങ്ങാത്ത ഒരു കൂട്ടം ജനത്തിന്റെ നടുവിൽ ഞാൻ നിന്നെ എൻ്റെ വേലയ്ക്ക് അയക്കും. നിന്നെ ആര് നിയോഗിച്ചതിനൊക്കെ ആര് കൈവപ്പ് തന്നെന്നുള്ള ചോദ്യം നിന്റെ മുമ്പിലുണ്ടാകും. ഹോരേബിൽ മോശയെ വിളിച്ച ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നോടുകൂടി ഇരിക്കും. ഈ ദൂത് ടൈപ്പ് ചെയ്ത് വെച്ചു. ഞാനെന്ത് കേട്ടു? ഞാനത് സാറ് കേൾക്കുന്ന ദൂത് പോലെ കേട്ടിട്ട് ഞാൻ അതങ്ങ് വിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും പിന്നെ തുടർന്നുള്ള ചിന്തയൊന്നും ഇല്ലാതെ ഇങ്ങനെ വിട്ടു. എന്തായിരുന്നാലും ദേവദാസന്മാരെല്ലാം കർത്താവിന്റെ വേല എന്ന് പറയുമ്പോഴെല്ലാം ഒറ്റ ചിന്തയാ എൻ്റെ അകത്തുള്ളത്. ഓർമ്മയില്ലാത്ത ഞാൻ എങ്ങനെ കർത്താവിന് വേല ചെയ്യും?
ഇങ്ങനെ ഒരു ദിവസം ഒരിക്കലും ദേവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് അറിയത്തില്ല, നിനക്ക് അറിവില്ലെന്ന് പറഞ്ഞ് നീ എന്നോട് പരാതി പറയുന്നു. മകനെ, മനുഷ്യർക്ക് ഞാൻ ഉപദേശിച്ചു തരുന്നവൻ ഞാനല്ലയോ? വേദപണ്ഡിതന്മാർക്ക് അസൂയ തോന്നുമാറ് നീ എവിടെ പഠിച്ചെന്നോട് ചോദിക്കുവാണ്. ഞാൻ നിന്റെ ജ്ഞാനത്തെ ഞാൻ നിന്റെ ജ്ഞാനമണ്ഡലത്തെ ഞാൻ തുറക്കും. അതുപോലെ ഞാൻ എന്റെ വചനം ഞാൻ നിന്നെ അഭ്യസിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നോട് ദൂത് പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോൾ ഞാനൊരു ദിവസം പോലും വയസ്സിലൊന്നും പഠിച്ചിട്ടില്ലാത്ത ആള്. അപ്പൊ 1988 സ്വന്തം ദേശത്ത് കർത്താവിന്റെ വേലയ്ക്ക് അയക്കുമെന്ന് പറഞ്ഞ് ദൂത് പറഞ്ഞു. ആ ദൂത് ഞാൻ ഇങ്ങനെ കേട്ടു. കർത്താവിന്റെ ദാസനറിയാം എലിക്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എലിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ അതിർക്കാരനാണ്. എന്നോട് ഈ ദൂത് പറഞ്ഞ് ചുരുക്കം നാൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു കാര്യം, എലിക്കോട് ഒരു പഴയ സഭയാണ്, ദൈവസഭയുടെ ഒരു പഴയ സഭയാണ്. ചുരുക്കം നാളുകൾ കഴിഞ്ഞപ്പം ആ സഭയ്ക്കകത്ത് ഒരു സഭായോഗാനന്തരം വലിയൊരു വഴക്കുണ്ടായി. എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം വായിച്ചിട്ട് സങ്കീർത്തനം പ്രസംഗിക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഒരു സഹോദരൻ എഴുന്നേറ്റ് എന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇതിന്റെ കാര്യത്തിന് പരിഹാരം വരുത്തിയിട്ട് മാത്രം പ്രസംഗിച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ 2 ചേരിയായി തിരിഞ്ഞു. സഭാ ഹാളിനകത്ത് പിന്നെ നടന്നെന്ന് പറയുന്നത്, പ്രസംഗം നടക്കേണ്ട സമയത്തെന്ന് പറഞ്ഞാൽ ലോകത്തിൽ മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത അസഭ്യവർഷം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ തുടങ്ങി. സഹോദരിമാരെല്ലാം ഇറങ്ങി സഭാ ഹാളിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി പേടിച്ച് കരഞ്ഞോട് വിളിച്ചാൽ തൊട്ടടുത്തൊരു ഓർത്തഡോക്സ് പള്ളിയുണ്ട്. ആ പള്ളിയിലെ ആൾക്കാരെല്ലാം വന്ന് റോഡിൽ അതിന് മേൽവശത്ത് ഒരു തിട്ടയുണ്ട്, ആ മൺതിട്ട, ആ തിട്ടയ്ക്ക് നിരന്ന് നിന്നിട്ട് ഇത് കണ്ടോണ്ടിരിക്കുക. അങ്ങനെ വലിയ പ്രശ്നമുണ്ടായി. ഈ സഭാ ഹാൾ അങ്ങ് പൂട്ടി. അന്ന് വൈകിട്ട് വിവരം അറിഞ്ഞിട്ട് ചാക്കോസാർ, അന്നത്തെ ഓവർസെയർ ചാക്കോസാർ ഒരു കത്തെഴുതി കൊണ്ടുവന്ന് ആളിനെ വിട്ട് കത്തെഴുതി കൊണ്ടുവന്നിട്ട് സഭാ ഹാളിന്റെ വാതിൽ പൂട്ട് ചെയ്ത് ആ പൂട്ട് ചേർത്ത് അത് ഒട്ടിച്ചിട്ട് താക്കോലും കൊണ്ടുപോയി ഇനിയും അവിടെ ഇങ്ങനെ എഴുതി, ഇനി ഒരു അറിയിപ്പ് ഹെഡ് ക്വാർട്ടേഴ്സിന് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ സഭാഹോള് തുറക്കുന്നതല്ല എന്ന് പറഞ്ഞ് നോട്ടീസ് ഒട്ടിച്ചു. അങ്ങനെ സഭാഹോള് കൂട്ടി. എന്നിട്ട് ഈ സഭാഹോള് കൂട്ടിക്കഴിഞ്ഞപ്പോൾ സഭാഹോളിൽ ഇനി ആരാധന ആരംഭിക്കണം. ചുരുക്കി പറഞ്ഞാൽ ആരെയാണ് ആരാധനയ്ക്ക് വിടുന്നത്? ഇതുപോലെ തകർന്ന ഒരു സ്ഥലം എങ്ങനെ ആരാധനയ്ക്ക് ആരാ പോകുന്നത്? ഒത്തിരി ചോദ്യമായി. അവസാനം ലോഡിങ് പാപ്പച്ചൻ എന്ന് പറഞ്ഞ കർത്താവിദാസനെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. അദ്ദേഹം പോകാമെന്ന് പറഞ്ഞു. താൻ സമ്മതിച്ചു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത് എന്നോട് കിടക്കുക സ്വന്തം ദേശത്ത്, അതൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും ഇതിനകത്ത് ചില സംഭവങ്ങളൊക്കെ സംഭവിച്ചു. ഈ പാപ്പച്ചനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് വെച്ചിരിക്കുന്നതിനിടയ്ക്കാണ് അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഇട്ടിപ്പാസ് കാര്യങ്ങൾ എന്നെ അന്വേഷിച്ചു. അതിന്റെ സഭ വന്ന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എലിക്കോട് സഭയിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പം അന്നേരം ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, ഇന്നതുപോലെ ഒരാളിനെ അവിടെ വിടാൻ ആ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അന്നേരം ആ സമയത്ത് ഡിസ്ട്രിക്ട് പാസ്റ്ററും വിട്ടിരിക്കുന്നത്. പക്ഷേ പാപ്പത്തിന് അവിടെ പോയി സൂക്ഷിക്കുന്ന കാര്യത്തെപ്പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. പക്ഷെ ഇവിടെ ഒരു സഹോദരനുണ്ട്, എനിക്ക് വിടാൻ മനസ്സില്ല, കാരണം എനിക്ക് ഇവിടെ വളരെ പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനൊരു ദൂത് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. സ്വന്തം ദേശത്ത് വരുങ്ങാത്ത ഒരു കൂട്ടം ജനത്തിന് നടുവിൽ വേലയ്ക്ക് അയക്കുന്ന ഒരു ദൂതുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നല്ല വിളിയുള്ളത് വളരെ പ്രയോജനപ്പെട്ട ഒരു സഹോദരനാണ്. പക്ഷെ എനിക്ക് വിടാൻ താല്പര്യമില്ല. ഉടനെ ഇറ്റിപ്പാസ്റ്റ് എടുത്ത വയലെ ഡിസ്ട്രിക്ട് പാസ്റ്റർ പറഞ്ഞു, അങ്ങനെ പാപ്പച്ചനെ വിടണ്ട, അങ്ങനെ അന്ന് ജോലിയൂട്ടിയെ വിട്ടാൽ മതി. ഇതാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സഭാശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ നിയോഗം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇതറിയുന്നില്ല, ഈ വസ്തുത ഞാൻ അറിയുന്നില്ല. നേരം വൈകിട്ട് ഞാൻ സഭാഹോളിൽ ചെല്ലുന്ന സമയത്ത് എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് സഭാഹോളിൽ കൂടാറുണ്ടായിരുന്നു. അങ്ങനെ വന്ന് കൂടുമ്പോഴാണ് കർത്താവിന്റെ ദാസന്റെ ഭാര്യ പറഞ്ഞത്, അടുത്ത ഞായറാഴ്ച മുതൽ സഭായോഗത്തിന് എലിക്കോട്ട് പോകാൻ നോക്കണം. അന്നേരം പറഞ്ഞു, ഞാനിന്നൊരു പറഞ്ഞു, എലിക്കോട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എലിക്കോടിനെ കുറിച്ച് നല്ലവണ്ണം അറിയാം. അതുപോലെ നാണുകെട്ട വിശ്വാസികളുടെ ഒരു സ്ഥലമാണ് അന്നത്തെ കാലത്ത്. എങ്ങനെ പോകാനാ? എനിക്ക് അതിന് ഒട്ടും താല്പര്യമില്ല. അന്നേരമാണ് പറയുന്നത് 1988 മെരുങ്ങാത്ത ജനം, സ്വന്തം ദേശം, അത് വേറെ ഒന്നും അല്ലെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് അറസ്റ്റഡായി, ആ ദൂതിൽ അറസ്റ്റഡായിട്ട് ഞാൻ പോകേണ്ടി വന്നു. എനിക്ക് കത്ത് തന്നു. ഞാൻ അവിടെ അടുത്ത ഞായറാഴ്ച സഭായത്തിന് പോകും. ഞാൻ തലേദിവസം ഒരു മീറ്റിംഗ്, ഞാൻ ഒരു പ്രസംഗമൊക്കെ പറയാനൊക്കെ തയ്യാറായി. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങ് എന്നെ അയക്കുന്നെങ്കിൽ നാളെ ഞാൻ എന്താ പ്രസംഗിക്കേണ്ടതെന്നുള്ളത് എന്നെ അറിയിക്കണം. എന്നെ അറിയിച്ചാൽ അതെന്നെ അറിയിക്കാതെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. എനിക്കൊരു പ്രസംഗമുണ്ട്, പക്ഷെ എനിക്കൊരു ഉറപ്പ് വരാൻ വേണ്ടി തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അർദ്ധരാത്രി ആയി കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കാണുക. 32-ാം സങ്കീർത്തനത്തിനകത്തുനിന്ന് ഞാൻ പ്രസംഗിക്കുന്നു. ഞാൻ സങ്കീർത്തനം പ്രസംഗിക്കാനെടുത്ത് വെച്ചിരിക്കുന്ന 2-ാം സങ്കീർത്തനമാണ്. അതിനകത്തുനിന്ന് ഞാൻ പ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നു. പക്ഷെ അന്ന് രാത്രി കാണുന്നത് 32-ാം സങ്കീർത്തനം. അതിനകത്തുനിന്ന് ലംഘനം, അകൃത്യം, പാപം, ഈ 3 വിഷയത്തെക്കുറിച്ച് ഞാൻ റോമാലേഖനത്തിൻ്റെ അടുത്ത് പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്രസംഗിച്ച വാക്യങ്ങളും എല്ലാം ഓർമ്മയോടുകൂടി ഞാൻ ഉണർന്നു. അങ്ങനെ ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ 32-ാം സങ്കീർത്തനം പ്രസംഗിക്കാൻ
ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നല്ലോ. ഞാൻ പെട്ടെന്ന് ഞാൻ ആ സ്വപ്നത്തിൽ പ്രസംഗിച്ച വിഷയങ്ങൾ തന്നെ ഹൃദയത്തിൽ അത് നോട്ട് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം അങ്ങനെയാണ് എന്നെ ധൈര്യപ്പെടുത്തി വിടുന്നത്. പിന്നീട് അവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് എലിക്കോട് സഭ അങ്ങനെ തകർന്ന് തരിപ്പണമായി പോയ സഭ ചിന്തി ചെതറി അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെല്ലാം 4 ഭാഗത്തേക്കും പോയി. 4 കുടുംബമായിട്ട് ബാക്കി ശേഷിച്ചു. അവരുടെ ദേശത്തുള്ള സഭകളിലെല്ലാം പോയി അംഗത്വം. കൂടുതൽ ഷാരൂന് വരെ വന്നു അംഗത്വത്തിന് വേണ്ടി. അവർ പറഞ്ഞു അംഗത്വം തരത്തില്ല, വന്ന് ആരാധിച്ചോളാം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ചെന്ന് വിളക്കട ചെന്ന് ആവശ്യപ്പെട്ട് അവരെ സഭാഹോളത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് ആരാധിക്കാൻ തരണം. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. എൻ്റെ ഹൃദയത്തിനകത്ത് വളരെ ഭയം. ഞാൻ ആദ്യമായിട്ട് സൂക്ഷിക്കാൻ പോവാം. ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഇനി അതിനു മുമ്പേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ കൊണ്ടുപോയി ഇവർ ഇന്റർവ്യൂ ചെയ്ത ഒരു കാര്യമുണ്ട്. അതായത് ചർച്ച കൊണ്ട് കൗൺസിലിൽ കൊണ്ടുപോയി ഇന്റർവ്യൂ ചെയ്തിട്ട് അന്നത്തെ ബൈബിൾ സ്കൂൾ ഡയറക്ടറായിരുന്ന MA ജോസഫ് അദ്ദേഹം പറഞ്ഞു ബൈബിൾ സ്കൂളിൽ പഠിക്കാത്ത ഒരാളായതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഒഴിച്ചുവിട്ട സ്ഥാനത്താണ് കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു 88 സ്വന്തം ദേശത്ത് മെരുങ്ങാത്ത ജനത്തിന് നടുവിൽ അയക്കും. അങ്ങനെ കർത്താവ് അയച്ചു. ദൈവകൃപയാൽ എലിക്കോട് സഭ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറയാം. കർത്താവിദാസൻ പത്തനാപുരം സ്വദേശിയായതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ പേരുമൊക്കെ പറയുന്നത്. ഇന്ന് എലിക്കോട് സഭ എന്ന് പറയുന്നത് ചർച്ചകോടിന്റെ പത്തനാപുരം ഡിസ്ട്രിക്റ്റിലെ പത്തനാപുരം സഭ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മെച്ചപ്പെട്ട സഭയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതവിടെ നടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ സഭ വളരാൻ തുടങ്ങി. ഇനി എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ. ഓർമ്മ നഷ്ടപ്പെട്ടു പോയ എനിക്ക് ഞാനൊരു പ്രസംഗക്കുറിപ്പ് തയ്യാറായിക്കൊണ്ട് പ്രസംഗിക്കായിരുന്നു. എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പരാജിതനായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവവചനത്തിന്റെ വെളിപ്പാട് തരാൻ തുടങ്ങി. അങ്ങനെ വെളിപ്പാട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വാസ്തവം പറഞ്ഞാൽ ജനം വിവേചിക്കപ്പെടാൻ തുടങ്ങി. ജനത്തിന്റെ പാപബോധം ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജനത്തെ വിവേചിക്കാൻ തക്കതുപോലെ ദൈവത്തിന്റെ ആത്മ വചന വെളിപ്പാട് തരാൻ തുടങ്ങി. അങ്ങനെ ദൈവകൃപയാൽ അന്ന് ശുശ്രൂഷ 1988 ശുശ്രൂഷ ആരംഭിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ഒരു വാക്ക് പ്രസംഗിക്കാൻ എനിക്ക് ഓർമ്മ നിൽക്കാത്ത സ്ഥാനത്ത് ഞാൻ ഒരു വിഷയം എടുത്തുകൊണ്ട് 15 പ്രസംഗം വരെ പ്രസംഗിച്ച സമയമുണ്ട്. ഒരുപക്ഷെ ദേവദാസൻ ഗുജറാത്തിലായതുകൊണ്ട് അറിയാം. ഗുജറാത്തിലെ ഗാന്ധിധാം, ചർച്ച് ഓഫ് ഗാന്ധിധാം എന്ന് പറയുന്ന സ്ഥലത്ത് ഫാസ്റ്റർ സ്റ്റീഫൻസിന്റെ സഭയിൽ ഒരു പ്രാവശ്യത്തെ അവരുടെ ആനുവൽ മീറ്റിങ്ങിന് അന്ന് ഞാനായിരുന്നു ഗസ്റ്റായിട്ട് വിളിക്കപ്പെട്ടു. ഞാൻ ഓർക്കുന്നു 15 മെസ്സേജ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങൾ കൊണ്ട് 15 മെസ്സേജ് അന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിവിടെ പ്രസംഗിച്ചു. ദൈവം കൃപയാൽ ഈ വയസ്സാണെങ്കിലും ബാക്കി കാര്യങ്ങൾക്ക് പലതിനും എനിക്ക് ഓർമ്മക്കുറവുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ നിൽക്കുമ്പോൾ കർത്താവ് എനിക്കൊരു അസാധാരണമായ കൃപ ചെയ്ത് ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ സംസാരിക്കാൻ ദൈവം എന്നിടയാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം കൃപയാൽ ഇന്നും പ്രായമൊക്കെ കൊണ്ട് ഒരുപാട് ക്ഷീണശരത്തിലുണ്ട്. എങ്കിൽ പോലും കർത്താവ് ഇന്നും ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി കാലം സഭാശുശ്രൂഷ ചെയ്യേണ്ടി വന്നില്ല. ഞാൻ വളരെ വേഗം എൻ്റെ വാക്ക് നിർത്തുക. എനിക്ക് ഒത്തിരി ശുശ്രൂഷയിൽ അനുഭവിച്ചതായ ഒരുപാട് രോഗശാന്തി ശുശ്രൂഷകളും ദൈവീയ പ്രവൃത്തികളും പറയാനുണ്ട്. അതൊന്നും പറയാൻ ഇപ്പോൾ സമയമില്ല. ജസ്റ്റ് ഞാൻ സഭാശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച കാര്യവും എനിക്കോട് സഭയെ വളർത്തിയ കാര്യവും അതോടെ പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്താം. ആ സഭ വളർത്താനിടയായി എന്ന് പറയുന്നത്, വളർത്തപ്പെട്ടതെന്ന് പറയുന്നത് ഇച്ചിരി പഴക്കമുള്ളൊരു സഭയായിരുന്നു. ഒത്തിരി മത്സരവും ശാഠ്യബുദ്ധിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതയും വഴക്കും ഒക്കെ ഉണ്ട്. അങ്ങനെ ആ സഭ തടർന്നു. പക്ഷേ അവസാനം സംഭവിച്ച കാര്യം ഇവരെ എല്ലാം കർത്താവ് ഒന്ന് ചിതറിച്ചു. ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ ഞാൻ എലിക്കോട് സഭയിൽ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്ത് എലിക്കോട് സഭയെ കുറിച്ചൊക്കെ ഉള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിനകത്തുണ്ട്. ഒരു രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് രാത്രി സ്വപ്നത്തിൽ വെളുപ്പിനെ ഒരു ഞായറാഴ്ച രാവിലെ സഭായത്തിന് പോകേണ്ട തൊട്ടുമുമ്പ് വെളുപ്പിനെ ഒരു 3 മണി കഴിഞ്ഞപ്പോൾ എന്നോട് യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 8-ാം വാക്യം, ഇത്രയും മാത്രമേ വരുന്നത്. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ ഈ വാക്യം കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് ആ വാക്യം എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഞാൻ എൻ്റെ ക്രോധാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചുവെങ്കിലും നിത്യദയോട് ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളിച്ചെയ്തു. ഞാൻ വായിച്ചിട്ട് കർത്താവ് ചോദിച്ചു, കർത്താവ് എനിക്കൊരു ദിവസം പോലും അങ്ങയുടെ മുഖം മറച്ചിട്ടില്ല, പിന്നെ ഇതാർക്കാ? അപ്പൊ ദൈവാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നു, നീ പോകുന്ന സഭയ്ക്ക് വേണ്ടിയാണ്. ഞാൻ അന്ന് എന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, അല്പസമയത്തേക്ക് ദൈവത്തിന്റെ ക്രോധത്താൽ മുഖം മറച്ചെങ്കിലും ദൈവസഭയുടെ ദൈവം കരുണ കാണിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയ സ്ഥാനത്ത് ശക്തമായ രോഗശാന്തി ശുശ്രൂഷ. തളർന്ന് ഏതാണ്ട് 58 ദിവസം തളർന്ന് കാല് ശോഷിച്ച്, വലത്തെ കാല് ശോഷിച്ച്
തളർന്ന ഒരു ഡ്രൈവർ, പത്തനാപുരം സ്റ്റാൻഡിലെ ഡ്രൈവേഴ്സിന്റെ കൺവീനറായിരുന്നു ഒരു രാജൻ. അവനെ ദൈവം സൗഖ്യമാക്കി. അവനെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ അത്ഭുതകരമായ സൗഖ്യമാണ്. അവന് ഒരു മേജർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടിരിക്കുക. അങ്ങനെ ബെഡ് പേഷ്യൻ്റായി കിടക്കുന്ന സമയത്താണ് ഞാനിതുവരെ അവിടെ ചെന്ന് ഞാൻ കണ്ട ഒരു ദർശനം അവൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ശരീരത്തിൽ ഓപ്പറേഷൻ്റെ കത്തി തുടരുത്, തൊട്ടാൽ ഇന്ന സാഹചര്യം സംഭവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഭാര്യ ഒട്ടും അടുക്കാത്ത ഒരു സഹോദരിയ ദൈവസഭയിൽ അന്ന് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളോട് പറഞ്ഞു, നീ മാനസാന്തരപ്പെടാം, ഇതിന്റെ ഭർത്താവിന്റെ കർത്താവ് ഒരു മരുന്നും എണ്ണയും കൂടാതെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഏതായിരുന്നാലും കണ്ണുനീരോടുകൂടി അവൻ അന്നത്തെ സാഹചര്യത്തിൽ ദൈവസഭയെ സമർപ്പിച്ചു. അവന് എഴുന്നേക്കാൻ ബെഡ് പേഷ്യൻ്റായി ബെഡിൽ കിടന്ന് വേണം അവൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കാൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നവന്. പക്ഷെ അവന് ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ അവന്റെ ഭാര്യ യേശുവിനെ രക്ഷമായി സ്വീകരിച്ചപ്പോൾ കണ്ണുനീരോട് അവനും എഴുന്നേറ്റു. ഏതായിരുന്നു ദൈവത്തിന്റെ കൃപയാൽ ദൈവം അവനെ സൗഖ്യമാക്കി, അത്ഭുതമായി സൗഖ്യമാക്കി. യവനെ ആ നാട്ടിൽ അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ സ്നാനമേൽക്കണം. അവൻ്റെ നാട്ടിൽ തന്നെ സ്നാനമേറ്റു. അവൻ്റെ നാട്ടിൽ സ്നാനമേൽക്കുമ്പം ആ അപ്പോഴത്തേക്ക് ഒരു കാലിന്റെ നീളം കുറഞ്ഞു, ഒരു കാലിന്റെ വലത്തേക്കാലിന്റെ നീളം കുറഞ്ഞു, കാലിന്റെ മാംസം മുഴുവൻ ക്ഷയിച്ചു പോയി, കാലിന് ശോഷിച്ചു. ആ ഒരു കണ്ടീഷനിൽ എത്തിയിരിക്കുക. വളരെ ക്ഷീണിച്ച് വളരെ പ്രയാസപ്പെട്ട് അവിടെ വരെ അന്ന് വെള്ളം കെട്ടിയടച്ച് നിർത്തി ഒരു ഒരുപ്പതോട് കെട്ടിയടച്ച് നിർത്തി സ്വന്തം നാട്ടിൽ തന്നെ സ്നാനപ്പെട്ടു. സ്നാനമേൽക്കുന്ന സമയത്ത് കുറെ ചെറുപ്പക്കാർ അടുത്തൊരു പാറയുടെ പുറത്ത് കയറി എന്നിട്ട് പറഞ്ഞു, ഈ തടന്ന രാജ സൗഖ്യമാകുകയാണെങ്കിൽ എടാ നമുക്ക് സ്നാനപ്പെടും. തമാശ രീതി പറഞ്ഞ ഉള്ള കാര്യം പറയാം. മിക്കവാറും ഒക്കെ അവരെ എല്ലാം സ്നാനപ്പെടുത്തിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് മാറുന്നത്. ദൈവത്തിന്റെ കൃപയാൽ അങ്ങനെ എൻ്റെ സഭാ ശുശ്രൂഷ ദൈവത്തിന്റെ കൃപയാൽ ആരംഭിച്ചു. ഇന്ന് ഏതാണ്ട് 37 വർഷക്കാലം കർത്താവിന്റെ കൃപയാൽ ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കി. തൽക്കാലം ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. കർത്താവേ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല കർത്താവ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവ് പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവമാണ്. കർത്താവ് മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വരുത്തുന്ന ദൈവമാണ്. ഈ എളിയവന്റെ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനൊരു അനുഭവം ജീവിതത്തിൽ കർത്താവ് അനുഭവിച്ചിട്ടില്ലാത്ത സ്ഥാനത്ത് ദൈവം അനുഭവിപ്പാൻ കൃപ തന്നു. അനേകർക്ക് അത് കർത്താവ് അത് പങ്കാളികളായി തീരുന്നത് എൻ്റെ ജീവിതത്തിൽ കണ്ട് അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കി തീർത്തല്ലോ. ആ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു. ഇത് ആരൊക്കെ ഇത് കേൾക്കുന്നു അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കണമേ. ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, അതുപോലെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തി അവിടുന്ന് സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പകൽ സമയം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേദി ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനെ, തന്റെ പ്രവർത്തനത്തെ, അരോമ ടിവിയുടെ പ്രവർത്തനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിന് സ്തോത്രം. ഇതിൽ ഇന്ന് പകൽക്കാലം പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് അനുഗ്രഹമാക്കി തീർക്കണമേ. എളിവിനെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടുള്ള സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോർജ് ഒട്ടിച്ചായൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവകൃത്തിനുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവ് തരട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിളിച്ച് വേർതിരിച്ചതായ ആ നല്ല നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര അത്ഭുതകരമായ വഴികളിലൂടെ കർത്താവ് വിളിച്ച് വേർതിരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ചിട്ടയോടുകൂടിയുള്ള ഒരു ബാല്യകാലവും ഒരു പ്രാർത്ഥനയുള്ള ഒരു ജീവിതമൊക്കെ നയിച്ചെങ്കിലും യഥാർത്ഥ ആത്മീയതയിലേക്ക് വരുവാൻ കഴിയാതിരിക്കത്തക്കവണ്ണം പിശാച് പാപ വഴികളിലേക്ക് വലിച്ചിഴച്ച് മദ്യത്തിനും മറ്റു ലഹരിക്കുമൊക്കെ അടിമയായി ലോകപ്രകാരം നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നതായ ആ അനുഭവത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാപദ്ധതിയിലേക്ക് ദൈവദാസിനെ ദൈവം വിളിച്ചു വേർതിരിച്ച ആ നല്ല നാളുകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ളതായ സംഭവങ്ങളും ഒക്കെ പലതും എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ദൈവദാസൻ പറഞ്ഞതായ കാര്യങ്ങൾ യാതൊന്നും അത് വസ്തുതയ്ക്ക് നിരക്കാത്തതല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങളും സമീപ നാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവദാസനെ എനിക്ക് ഏറെ വർഷങ്ങളായിട്ട് നല്ല പരിചയമുള്ള ഒരു ദൈവഭൃത്യനാണ് അദ്ദേഹം. ഞാൻ ശുശ്രൂഷ പല സഭകളിലും കടന്നു വന്ന് ബോംബെയിൽ എന്നോടൊപ്പം ശുശ്രൂഷയിൽ ദിവസങ്ങൾ ചിലവഴിപ്പാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദൈവദാസൻ ഓർപ്പിച്ചതായ
താനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായി തീർന്ന താരാപൂർ ദൈവസഭയിലും ഞാൻ ചില വർഷങ്ങൾ ശുശ്രൂഷിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. അവിടെ ശുശ്രൂഷ ചെയ്തതായ കർത്താവിൻ്റെ ദാസൻ പ്രിയ ചെറിയാച്ചായനെക്കുറിച്ച് ഓർപ്പിച്ചല്ലോ. ഞങ്ങളൊക്കെ സമീപ നാട്ടുകാരാണ്. ആ ദൈവദാസനെയും എനിക്ക് നന്നായിട്ടറിയാം. അതുപോലെ പറയപ്പെട്ട അവിടുത്തെ സംഭവങ്ങളെ, അതുപോലെ എലിക്കോട് ദൈവസഭയെക്കുറിച്ചും പല കാര്യങ്ങൾ പരാമർശിക്കുകയുണ്ടായല്ലോ. അക്കാര്യങ്ങളും എനിക്ക് നന്നായിട്ടറിയാവുന്ന വിഷയങ്ങളാണ്. ദൈവമായ കർത്താവ് ശക്തമായി ദൈവദാസനെ കഴിഞ്ഞ ഏറെ വർഷങ്ങളായിട്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാനും അത് കാത്തു സൂക്ഷിക്കുവാനും കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. പിന്നെയും കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഏറെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഈ വിലപ്പെട്ട സമയം ചിലവഴിച്ചതിന് കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. തിങ്കളാഴ്ച തോറും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വിശേഷിച്ചാൽ പ്രാർത്ഥന നടന്നു വരുന്നു. സാക്ഷ്യം പറഞ്ഞ പല പ്രിയപ്പെട്ടവരും ആ കൂട്ടായ്മയിൽ നമ്മോടൊപ്പം സംബന്ധിക്കുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.